ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം, ഇൻസ്റ്റാഗ്രാമിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കരിമ്പുലിയെ തേടി പിടിച്ചിട്ടുണ്ട്. ഇന്നും അസ് യൂഷ്വൽ നമ്മൾ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് മഴയാണ്. എറണാകുളത്താണ്, അങ്കമാലി പെരുമ്പാവൂരാണ്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണുമ്പോൾ അറിയാം 1, 2, 3 അങ്ങനെ 3 കരിമ്പുലികളുള്ള ഒരു വീട്ടിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ മെയിൻ ആള് ഫോർച്യൂണർ, മോഡിഫൈഡ് ഫോർച്യൂണർ. റീൽസിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള വണ്ടിയാണ്. അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. ഫുള്ളിരുന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫുള്ളിരുന്ന് കാണണം. ഓക്കെ ഗൈസ്, ദൂരെ അങ്ങ് നോക്കിയേ, കരിക്കുട്ടനെ കണ്ടോ? ആ പുലിയെ കണ്ടോ കൂട്ടി കിടക്കുന്നത്? ഇന്നത്തെ വീഡിയോ പൊളിക്കും. ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഗൈസ്, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മഴ പെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വെള്ള പൂച്ച കിടപ്പുണ്ട്. ആൻഡ് നമസ്കാരം. ഹായ്, ഹലോ. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ എന്താ അറിയോ, കരിമ്പുലികൾ വാനിടുന്ന വീടാണ്. അപ്പോൾ കരിമ്പുലികളുടെ കൂട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂട് കാണാൻ സാധിക്കും. എനിക്ക് ആക്ച്വലി ഭയങ്കര അട്രാക്റ്റീവായിട്ട് റീൽസിലൊക്കെ തോന്നിയത് ഈ ഗാരേജാണ്. ഞാൻ വീഡിയോനേക്കാളും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഞാൻ ഗരാജ് കൊണ്ടപ്പോൾ എനിക്ക് എന്റെ ഗരാജ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അപ്പൊ ഗരാജിൽ നമ്മള് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിലേക്ക് ചെയ്തത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഈ ലൈക്ക് ഒരു ബ്ലാക്ക് തീം, ഫുൾ ബ്ലാക്ക് തീം. ഞാൻ ഗരാജിന്റെ ഒരു ടൂർ തരാം, ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം. നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഫുൾ ഒരു ബ്ലാക്ക് തീമിൽ മുകളിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ വെച്ച്, സ്പോട്ട് ലൈറ്റ് ഒക്കെ വെച്ച്, ഒരു വാം പ്ലസ് ഒരു ബ്ലാക്ക് തീമിൽ പണിഞ്ഞിരിക്കുന്ന ഗാരേജാണ്. അതിൻ്റെ അകത്ത് ബ്ലാക്ക് കളർ 2 കരിമ്പുലികളും കൂടെ കിടന്നപ്പോഴത്തേക്ക് ഞാൻ മെസ്സേജ് സമയത്തും പറഞ്ഞ എനിക്ക് ക്രഷ് അടിച്ചത് വണ്ടികളിലുപരി ഗാരേജാണ്. കാരണം ഈ ഗാരേജിൽ ഏത് വണ്ടി കിടന്നാലും ഒരു 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 ഗമയാണ്. ഇതിനകത്ത് ഇപ്പോഴും ബ്ലാക്ക് വീട്ടിൽ തെറിയിട്ടുണ്ട്. നമ്മുടെ കാരണന്മാരെ കറുപ്പ് ചെയ്ത നെഗറ്റീവ് ആണ്. ഇത് ഞാൻ വീട്ടിൽ പറയണ ഈ സാധനം നമ്മൾ എക്യുപ്മെന്റ് എടുത്തിട്ടാണ് പണിത്. അപ്പൊ ഈ കറുത്ത കണ്ടപ്പോ എനിക്ക് ഒരാഴ്ച ചീത്ത തോന്നി, ഈ വീട്ടിൽ കറുപ്പ് കൊണ്ടുപോകുന്ന ചോദിച്ചു. അപ്പൊ വീട്ടുകാരെല്ലാം എതിർപ്പിനാണ് കറുപ്പ് രീതിക്ക് നമ്മൾ പണിത്. അല്ല, മതില് പോലും ചുറ്റുമതില് പോലും അത് ബ്ലാക്ക് അടിച്ചു. ബ്ലാക്ക് സെറ്റ്. ബൈ ദ ബൈ, ഓഡിയൻസിന്റെ അടുത്ത് പരിചയപ്പെടുത്തിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ സൂപ്പർമാൻ ശ്രീ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു സെൽഫ് ഇൻട്രോഡക്ഷൻ കൊടുത്തു. എന്റെ പേര് ശ്രീഹരി. ശ്രീഹരി ആർക്കും അറിയില്ല, സൂപ്പർമാൻ ശ്രീ എന്നാണ് അറിയുന്നത്. സൂപ്പർമാൻ. എന്റെ ഫേസിനെക്കാളും കൂടുതൽ നിങ്ങൾക്ക് എന്റെ വണ്ടികളൊക്കെ പരിചയമുണ്ടായിരുന്നു. മുമ്പ് എനിക്കൊരു 5 സീരീസ് ഉണ്ടാകും, പിന്നെ ഒരു Type 2 ഫോർച്യൂണർ, അങ്ങനെ ഒരുപാട് വണ്ടികൾ ഉണ്ടാകും. അപ്പൊ ആ വണ്ടികളൊക്കെ ആർക്കെങ്കിലും ഏതൊരു വണ്ടിയെ കണ്ട് പരിചയം ഉണ്ടാകുന്ന വിശ്വസിക്കുന്നു. വണ്ടിപ്രാന്തമാർക്ക് എന്തായാലും കണക്ട് ആവും. അത് കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് ചെയ്ത വണ്ടികളാണ് ഫോർച്യൂണർ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ് എന്റെ കേരള വണ്ടികളാണ് താറ്, ഫോർച്യൂണർ, പിന്നെ വെന്നി. നമുക്ക് i20 ഉണ്ടായിരുന്നു. i20 ഞാൻ കൊടുത്തത് 2 കൊല്ലമായപ്പോഴേക്കും നമ്മൾ 2 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ വണ്ടി മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ കിടക്കുന്ന ഫോർച്യൂണറിന്റെ വിശേഷങ്ങൾ അറിയാം. ആൻഡ് ഈ കാണുന്ന ഫോർച്യൂണർ ഒരു ചില്ലറക്കാരി ഫോർച്യൂണർ അല്ല, കുറെ അധികം മോഡ്സ് ചെയ്തിട്ടുള്ളതാണ്. എന്തൊക്കെയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം. ഓക്കെ, അപ്പൊ ഒരു സൈഡിൽ തുടങ്ങിക്കും. എന്തുകൊണ്ട് ഫോർച്യൂണർ? ലൈക്ക് എനിക്കൊരു 2-3 കൊല്ലം മുന്നേ എനിക്കൊരു Type 2 വണ്ടി ഉണ്ടാവും. അത് ഒരുപാട് ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഞാൻ 10ലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഫോർച്യൂണർ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ഒരു സെന്ന ഉണ്ടാവുള്ളൂ. അപ്പൊ അന്ന് സെന്ന എന്ന് പറഞ്ഞാൽ കുഞ്ഞു വണ്ടി അറിയാലോ. അപ്പൊ ഞാൻ കോവളത്ത് പഠിക്കണം. അപ്പൊ ഇടയ്ക്ക് സ്കൂളിലൊക്കെ നല്ല കയ്യിലിരിപ്പ ഇടയ്ക്ക് പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ വിളിക്കും. അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ട് തന്നെ അച്ഛനമ്മ വന്നേക്ക് അന്ന് ഫോർച്യൂണർ ഇറങ്ങിയത് ഒരുപാട് വണ്ടി ഇറങ്ങിണ്ടേ. അപ്പൊ വണ്ടി ഇങ്ങനെ പാസ് ചെയ്തുമ്പോൾ ഞാനും അച്ഛനും അമ്മയും ഒരുപോലെ നോക്കിക്കൊണ്ടിരുന്ന വണ്ടിയാണ് ഫോർച്യൂണർ. അപ്പൊ അന്നൊരു ആഗ്രഹത്തിൽ നല്ല തെറിയും കേട്ട് അത് പഠിക്കാൻ ഭയങ്കര മോശമാണ്. അപ്പോഴും അതെ പക്ഷെ വണ്ടികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട്. അപ്പൊ അന്ന് ഞാൻ അച്ഛനും അമ്മയും എപ്പോഴും പറയുന്നത് എന്തെങ്കിലും അതുപോലെ വണ്ടി എടുക്കാൻ പറ്റുന്നത് അന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായി. പിന്നെ 2015 കണ്ടാണ് Type 2 വണ്ടി എടുത്തത്. അത് അമ്മയ്ക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണെന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട് വണ്ടി എൻ്റെ ഒരു ഫോർച്യൂണർ. ഏകദേശം ഒരു 6 കൊല്ലം 7 കൊല്ലം കണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞപ്പോ എന്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. എനിക്ക് തോന്നുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ വണ്ടി കൊടുത്തിട്ട് കരയുണ്ടായി. പിന്നെ വണ്ടി കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ അപ്പുറത്തെ പോർച്ചിൽ നിന്ന് എന്റെ പഴയ ഫോർച്യൂണറിന്റെ വീഡിയോ ചിലപ്പോൾ അമ്മ അത് കണ്ട് കരയുണ്ടായി. അപ്പൊ അന്ന് അമ്മോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, അമ്മ എന്നെങ്കിലും ഞാൻ അമ്മയ്ക്ക് ഒരു പുതിയ ഫോർച്യൂണർ എടുത്ത് തരാന്നുള്ള ഒരു ഇതിനെ ഞാൻ എടുത്താണ്. പിന്നെ റിലയബിൾ ആയിട്ടൊരു വണ്ടിയാണ്, വിശ്വസിച്ച് കൊണ്ടെടുക്കാം. എന്ന് വെച്ചാൽ ബാക്കി വണ്ടി ചതിക്കുന്നല്ല കേട്ടോ. ഭയങ്കര കംഫോർട്ടാണ്. പിന്നെ എന്തോ ടയോട്ടുള്ള ഒരു വിശ്വാസം ആണ്. അപ്പൊ ഇതിന്റെ എഞ്ചിൻ സ്പെക്
അതിലോട്ടൊക്കെ വരാം. എഞ്ചിൻ സ്പെക്ക് ഇതിനകത്ത് വരുന്ന 2.8 ലിറ്റർ എഞ്ചിനാണ്. നമ്മൾ കറന്റ് പെർഫോമൻസ് ആയിട്ട് നോക്കുവാണെങ്കിൽ കോഡ് 6ന്റെ ECU സ്റ്റേജ് 1 ട്യൂൺ ചെയ്തിട്ടുണ്ട്. പിന്നെ റീസെന്റ് ആയിട്ട് അവർ TCU ട്യൂൺ, അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ യൂണിറ്റിന്റെ ട്യൂണൊക്കെ ഉണ്ട്. അത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ടൈം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിൽറ്റേഴ്സ് BMC ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് പറഞ്ഞിട്ട് BMCയുടെ റീപ്ലേസ്മെന്റ് ഫിൽറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സസ്പെൻസ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടുതൽ കംഫോർട്ടും കൂടുതൽ ഒരു സ്റ്റെബിലിറ്റിയും കിട്ടാൻ വേണ്ടി KYBയുടെ 2 ഇഞ്ച് ലിഫ്റ്റ് ഹീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ടൊയോട്ട ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, മീൻ ഫോർച്യൂണർ എസ്പെഷ്യലി ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, സസ്പെൻഷൻ വളരെ ഷോക്കാണ്. ബോഡി റോള് ഒരു സൈഡിൽ, പിന്നെ ബാക്കിലിരിക്കുന്നവരൊക്കെ ഒരു ഡെസ്റ്റിനേഷൻ ഛർദ്ദിച്ച ഒരു പരിവാവും. അപ്പൊ അതിന്റെ ഒക്കെ ഒരു മാറാനും പിന്നെ കുറച്ചുകൂടി ഒരു അഗ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഒരു KYBയുടെ ഒരു 2 ഇഞ്ച് ലിഫ്റ്റ് കിട്ടി. കാരണം നമ്മുടെ ഡെയിലി ഡ്രൈവബിലിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുമ്പോൾ 2 ഇഞ്ചിന്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചൊരു അപാകതയായിരിക്കും, പിന്നെ കുറച്ചുകൂടി കംഫോർട്ട് വരണം, പിന്നെ ബാക്കിയുള്ള ഒരുപാട് കമ്പോണൻസ് അതിന്റെ പുറകെ മാറ്റേണ്ടി വരും. അപ്പൊ നമ്മൾ 2 ഇഞ്ച് ലിഫ്റ്റ് ചെയ്തിനകത്ത് ഡോക്ടറിനായിട്ട് ഒരു അപ്പർ കൺട്രോൾ ആഡ് ചെയ്ത് കൂടുതൽ സ്റ്റെബിലൈസേഷൻ ആവാനായിട്ട്. പിന്നെ ഞാൻ പെർഫോമൻസ് ആയിട്ട് നമ്മൾ ഇന്ത്യ തന്നെ ഏറ്റവും ഫസ്റ്റ് ടൈമാണ് കാർബൺ ഫൈബർ ഹുഡ് ഫോർച്യൂണർ ചെയ്യുന്ന, പല വണ്ടികൾക്കും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പൊ കാണത്തില്ലായിരിക്കും, ഞാൻ പുറത്തിറങ്ങി മഴയൊന്ന് കുറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു, എന്നാൽ അതിന്റെ ഭംഗി കറക്റ്റ് ആയിട്ട്. ബ്ലാക്ക് ഓൺ ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പലരും വിചാരിച്ചിരിക്കുന്നത് റാപ്പ് ആണെങ്കിൽ ഡിപ്പ് ആണെന്നാണ്. നമ്മൾ ഒറിജിനൽ കാർബൺ. ഇതിന്റെ മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് റിഡക്ഷൻ ആണ്. നമ്മുടെ സ്റ്റോക്ക് ബോണറ്റ് ഏകദേശം ഒരു 35-40 കിലോ എടുത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതാകെ 2.5 കിലോ എങ്ങാണ്ടാകുള്ളൂ. നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു കൈ കൊണ്ട് സുഖമായിട്ട് എടുത്ത് നോക്കാം. അപ്പൊ അത്രയും വെയിറ്റ് റിഡക്ഷൻ വണ്ടിക്കകത്ത് വന്നേക്കുവാണ്. വെയിറ്റ് റിഡക്ഷൻ വണ്ടിയുടെ പെർഫോമൻസിൽ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പിന്നെ പെർഫോമൻസിയുടെ എന്തൊക്കെയാണെന്ന് എന്റെ ഫോണിൽ ലിസ്റ്റ് നോക്കേണ്ടി വരും, ഒരുപാട് ലിസ്റ്റ് ഉള്ളതുകൊണ്ട്. ഈ വണ്ടിയുടെ ഈ ലുക്ക് ഇങ്ങനെ അല്ലല്ലോ, ഇങ്ങനെയല്ല. ഒരു ടൈപ്പ് 3 ഒരു സിഗ്മ 404 വണ്ടിയാണ്. അപ്പൊ നമ്മള് അതിനകത്തേക്ക് GR കിട്ടിയത്. GR എന്ന് പറഞ്ഞാൽ ലെജൻഡിന്റെ തൊട്ട് മേലുള്ള ഒരു ഇല്ലാത്ത വണ്ടി ഇവിടെ ഉണ്ട്. എനിക്ക് തന്നെ നിസ്സാര വണ്ടിയിൽ ഇറങ്ങിയിട്ടുള്ളൂ. അല്ല, ടൊയോട്ടയുടെ ഇറക്കുന്നില്ലല്ലോ ഇവിടെ, ടൊയോട്ട ഇറക്കുന്നുണ്ട്. ടൊയോട്ട വണ്ടി ഡെലിവറി പോകുന്നുണ്ട്. എനിക്ക് തന്നെ നിപ്പോണിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ വണ്ടികൾ കുറച്ച് വണ്ടികൾ പോയില്ല. എനിക്ക് തന്നെ കേരളത്തിലാകെ ഞാനും കുറച്ചാണ്. ഞാൻ ഇതുപോലെ വണ്ടി സർവീസിന് പോയപ്പോൾ ഞാൻ അവിടെ ഡെലിവറി കൊടുക്കാൻ ഒരു വണ്ടി കണ്ടിട്ടുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഡെലിവറി പോയിട്ട് ഒരു 5-6 വണ്ടി ഉണ്ടാവും. അപ്പൊ നമുക്ക് എനിക്ക് ആ GR-ലേക്ക് ആക്കണം എന്നൊരു ആഗ്രഹം. നമ്മൾ GR-ലേക്ക് ഒരു 1:1 ഒരു പ്രത്യേക രസം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. GR-ന് ആകെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു പീസ്, പിന്നെ ഈ ഒരു സാധനം, പിന്നെ ഇവിടുത്തെ അല്ല ഈ ഒരു സാധനം മാത്രമേ GR-നും ലെജൻഡും തമ്മിൽ വ്യത്യാസം. അതിനാണ് ഈ 10 ലക്ഷം രൂപ കണ്ട് കൂട്ടിയവര് വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ടൊയോട്ട വാങ്ങിക്കാൻ ആൾക്കാരും ഉണ്ട്. അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഇത് വന്നതും കാർബൺ ഫൈബർ അല്ല, ഇതെല്ലാം ബ്ലാക്ക് ആണ്. നമ്മൾ കാർബൺ ഫൈബറിന്റെ ചെറിയ ആഡ് ഓൺസ് നമ്മൾ ചെയ്താണ്. കാരണം കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കാർബൺ ഫൈബർ ചെയ്തതാണ്. ഇപ്പൊ ഈ ഒരു പീസ്, പിന്നെ നമ്മുടെ ലോഗോ, പിന്നെ ഈ ഒരു ലൈൻ പോലത്തെ ഇത് വരുന്നുണ്ടോ, അതൊക്കെ കാർബൺ ഫൈബർ നമ്മൾ ആഡ് ഓൺ ചെയ്താണ്. പിന്നെ മിറർ കവേഴ്സ് സാധാരണ ഫോർച്യൂണർ മിക്കതും ഇതിനൊക്കെ ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. ഫുൾ ബ്ലാക്ക് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാക്കുന്നല്ലേ. ക്രോമിനോട് ചെറിയ താല്പര്യമുള്ള ആൾക്കാർ ഇല്ല. ഇത് ലെജൻഡറിനും GR-നും സെയിം ഹെഡ്ലൈറ്റും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. അത്യാവശ്യത്തിൽ കൂടുതൽ വിളിച്ചുകൊണ്ട് ചെറിയാണ് ആൾക്കാര്. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലും 2-3 എലമെന്റ്സ് കാർബൺ ഫൈബർ ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് നമ്മള് യെല്ലോ ബൈ പ്രൊജക്ടേഴ്സ് ട്രൈ കളേഴ്സ് ശരിക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് പ്രൊജക്ടർ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിനാണ് ട്രൈ കളർ ചെയ്തേക്കുന്നത്. അതിന് ശരിക്കും വെട്ട ഒട്ടും പറയില്ല. ഇവിടെ നിന്ന് ഇവിടം വരെ വെട്ടുണ്ട്. പക്ഷേ പേരിന് ഇത് ഹൈ ബീമും ലോ ബീമും ഉള്ള യെല്ലോ പ്രൊജക്ടേഴ്സ് ആണ്. അത്യാവശ്യം എനിക്ക് മൂന്നാറാണ് ബിസിനസ്. അപ്പൊ മൂന്നാർ എപ്പോഴും പോകുന്നതോടെ എപ്പോഴും മഞ്ഞായോണ്ട് ഈ കോടയാണ്ട് യെല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പാസ് ചെയ്യാനുള്ളൂ. അപ്പൊ അത്യാവശ്യം നല്ല വെട്ടമുള്ള പ്രൊജക്ടേഴ്സ് ആണ്. അത്യാവശ്യം നല്ല കോസ്റ്റ് ആയ ഒരു ബൾബുമാണ് ഇത്. എനിക്ക് നമ്മുടെ ഹെഡ്ലൈറ്റിനേക്കാളും കൂടുതൽ വെട്ടം എനിക്ക് തോന്നുന്ന പ്രൊജക്ട് ഈ ഫോഗ്ലാമിനുണ്ട്. ഫ്രണ്ടിൽ ഇച്ചിരി കൂടെ നീങ്ങി കഴിഞ്ഞാൽ വണ്ടി വിശാലമായി നമുക്ക് കാണാൻ സാധിക്കും. നിറഞ്ഞു നിൽക്കുകയാണ്. ലൈക്ക് ഒരു ആനച്ചന്തമാണ്, ആനയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് പുറത്തോട്ട് ഇറക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെളിച്ചത്തിൽ കാണാൻ പറ്റും. യെസ്, കുറച്ചത് വെളിച്ചത്തിൽ കാണാം. ഇപ്പം ആക്ച്വലി മഴ കുറഞ്ഞു. ചെവിയല്ലേ. അപ്പൊ നമ്മൾ കൂട്ടിന്ന് ആനയെ പുറത്തിറക്കിയിട്ടുണ്ട്, സോറി പുലിയെ. അതിന് നമുക്ക് മൊത്തത്തിൽ വണ്ടി ഒന്ന് കാണാം. അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനും ഒരു പ്രദക്ഷിണം നടത്താം. ഇത് ഇവിടുത്തെ ക്ലൈമറ്റ് എന്തോന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല. കാരണം ഇപ്പൊ ചൂടുള്ള വെയിൽ, ഇത്ര നേരം മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് സൈഡിൽ അലോയ്
അലോയ് നമ്മൾ ബ്ലാക്ക് റൈനോടെ 18 ഇഞ്ച് വീൽസ് ആണ് ഇട്ടേക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ടയേഴ്സ് എസ്പെഷ്യലി മാറേണ്ടി വരും. അപ്പോൾ മാക്സിന്റെ 980 285 65 വരുന്ന ടയേഴ്സ് ആണ് ഇട്ടേക്കുന്നത്. പിന്നെ പെയിന്റ് പറയാൻ പറഞ്ഞു, നമ്മൾ സ്റ്റോക്ക് വരുന്നത് തന്നെ ബ്ലാക്ക് ആണ്. പക്ഷേ ബ്ലാക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത നമ്മളൊരു മാജിക് ബ്ലാക്ക് പോലത്തെ പെയിന്റ് ആണ് ചെയ്തേക്കുന്നത്. വണ്ടി മൊത്തം സ്ട്രിപ്പ് ചെയ്ത് നമ്മൾ പെയിന്റ് ചെയ്താണ് കാണുന്നത്. രണ്ടാമത് പെയിന്റ് സ്റ്റോറൂമിൽ ഗ്ലോസി ഒരു പ്രത്യേക എന്തോ ഒരു ഷെയ്ഡ് പറയുന്നത്, ഞാൻ ഷെയ്ഡ് ഓർക്കുന്നില്ല. സ്റ്റോക്ക് ചെയ്യുന്ന കുറച്ചുകൂടി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആണ്, കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട്. ഓക്കെ. ടയർ നേരത്തെ ഇതൊക്കെ തന്നെ ചെയ്യണമെന്ന് പ്ലാനിലുണ്ടായിരുന്നോ? ലൈക്ക് വണ്ടി എടുക്കുന്നതിന് ഒരു 2 മാസം മുന്നേ നമ്മൾ ആലോചിക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് വലിയ ആർഭാടായിട്ട് ഞാൻ എന്റെ വണ്ടിയിൽ നമ്മളെന്ത് ഷോയ്ക്ക് ഇറക്കാനോ അതിന് വേണ്ടിട്ടോ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ രാവിലെ ഫസ്റ്റ് ടൈം ചെയ്യുന്നത്, ഞാൻ ബ്രഷ് ചെയ്തിട്ട് ചായ എടുക്കുന്നതിന് എന്റെ മറ്റേ മുറ്റത്ത് വന്ന് ഒരു 10 മിനിറ്റ് നടക്കും. എന്റെ വണ്ടിയെല്ലാം കുറച്ച് നോക്കിയിട്ടാണ് ഞാൻ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ഭയങ്കര കളറായിട്ട് നിൽക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിന് യൂണീക്ക് ആയിട്ടുള്ള കുറച്ച് ക്ലീൻ ആയിട്ടുള്ള വണ്ടികൾ ബിൽഡ് ചെയ്യണമെന്ന് എനിക്ക് i20 ഞാൻ പണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിന്റെ ലൈക്ക് ഞാൻ ഗ്ലാൻസ് എടുക്കുന്ന സമയത്ത് i20 ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ സമയത്ത്. അപ്പോൾ അതിനകത്ത് നോർമൽ i20 എടുത്തിട്ട് എൻലൈൻ്റെ കിറ്റ് കയറ്റി, കാരണം ലുക്ക് നല്ല ആയിട്ട് കൊണ്ടു നടക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. എനിക്ക് അപ്പം മനസ്സിലായി. കാരണം നമുക്ക് ബാക്കിയുള്ള എന്റെ ഓഡിയൻസിനോ അല്ലെങ്കിൽ നാട്ടുകാരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമ്മൾ ഏത് വണ്ടി ബിൽഡ് ചെയ്താലും. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ഏത് വണ്ടി എടുത്ത് ബിൽഡ് ചെയ്താലും കുറ്റം പറയാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് നമ്മുടെ മലയാളിയുടെ ഒരു പ്രത്യേക രസം സ്വഭാവമാണ്. അല്ല, പക്ഷെ നമുക്കുള്ളതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ ആരും നോക്കണ്ട. അല്ല, സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളവൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും, കഴിവുള്ളവർ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഈ ഒന്നും ഇല്ലാത്തവരൊന്നും ചെയ്യാൻ പറ്റാത്ത നമ്മളെ അടുത്ത് എപ്പോഴും കുറ്റം പറയും, ആ വണ്ടി എടുക്കണം അവിടെ, നീ അല്ലാണ്ട് ഈ വണ്ടി പോയി എടുക്കുവോ, അയ്യോ ചെയ്ത് ശരിയായില്ല. അതൊക്കെ സ്വയം എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമാണത്. ഓക്കെ, നമുക്ക് വശങ്ങളിലോട്ട് വരുമ്പോൾ അത് ഇവിടുത്തെ ഒരു ആളാണ്. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണിച്ചു തരാം നിങ്ങളെ, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ. വശങ്ങളിലോട്ട് വരുമ്പോൾ വണ്ടി നല്ല ഭീമാകാര സൈസാണ്. പ്രത്യേകിച്ച് ടയറും കൂടെ മാറ്റിയപ്പോഴത്തേക്ക് ഹൈറ്റ് കുറച്ച് കൂടിയോ അതിൻ്റെയും കൂടെ ഹൈറ്റ് ആണ്. ഇവിടെ കോഡ് 6ന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നിന്ന് കാണുമ്പോഴാണെങ്കിലും എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ കുറച്ച് നമുക്ക് നീപ്പിട്ട് സംസാരിക്കാം. ഓക്കെ, ഫോർച്യൂണറിൻ്റെ കഥ പറഞ്ഞു. നേരത്തെ ഉപയോഗിച്ചിരുന്ന വണ്ടികളിൽ ഏറ്റവും കൂടുതലും ഭയങ്കര ഇഷ്ടം തോന്നിയ വണ്ടി ഏതായിരുന്നു? ഇതുവരെ ഉപയോഗിച്ചതിലും എല്ലാ വണ്ടി എനിക്ക് പല പല ഫീൽ ആവുന്നേക്കും. ലൈക്ക് എന്റെ BMW ഒരു 5 സീരീസ് ഒരു 530 എനിക്ക് ഉണ്ടായിരുന്നു. ഒരു F10 ഞാൻ F90ലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ തന്നെ സെക്കൻഡ് ടൈം അങ്ങനെയാണ് നമ്മുടെ വണ്ടി കൺവേർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോമൻസ് പുഷ് ചെയ്തൊരു വണ്ടിയാണ്. 400+ BHP ഉള്ള വണ്ടി പുഷ് ചെയ്തതാണ്. അത് വേറെ രസം ഓടിക്കാൻ. ഇത് നമുക്ക് എങ്ങോട്ട് കൊണ്ടും കൊണ്ടാൻ പറ്റുകയാണ്. ഗോ ഇനി വേറെ സെറ്റപ്പാണ്. മഴയാണെങ്കിലും വെള്ളമാണെങ്കിലും കല്ലാണെങ്കിലും കുഴപ്പമില്ല. മറ്റേന്ന് പറഞ്ഞാൽ റോട്ടിൽ കിടന്ന കരിയിലെ വരിക്കൊണ്ടുപോകും. അതിനുണ്ടെങ്കിൽ ഒരു CRDI താറുണ്ടാകും. അതും ഇതുപോലെ ഭയങ്കര റഫ് ആയിട്ടുള്ള ഒരു വണ്ടി. എല്ലാ വണ്ടിക്ക് പല എക്സ്പീരിയൻസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് എല്ലാ വണ്ടി എക്സ്പീരിയൻസ് ചെയ്യണം. കണ്ട വണ്ടി ഓടിക്കാൻ ചോദിക്കണ്ടല്ലോ, നമുക്ക് സ്വന്തമായിട്ട് വണ്ടി നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. പട്ടിയും കുറയ്ക്കാതിരിക്കാൻ പറയോ? ബ്രൂണോ അവിടെ ആരാ? സ്കൂട്ടിനകത്ത് ഒരാളെ കണ്ടോ? ഇതാണ് ബ്രൂണോ, ഇവിടുത്തെ മെയിൻ താരമാണ്. ബ്രൂണോ, സേ ഹായ്. പുള്ളിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ആരും നല്ല പുള്ളിനെ ആദ്യം മൈൻഡ് ചെയ്യണം. പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ ക്യാരക്ടർ. അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം. ബ്രൂണോ കൈയിടണ മാത്രം ഓർമ്മയുണ്ടോ? സുരാജിന്റെ അവസ്ഥയോ ഓലക്ക് ഈ കാണുന്ന പോലല്ല, ആള് വില്ലനാ. എന്റെ പകുതി പ്രായമുണ്ട് അതിന്. ബഹുമാനിക്കണം. ബ്രൂണോ ഷൂട്ട് ചെയ്യുവാണേ. അങ്ങനെയാണേ കൊള്ളാം. ബാക്ക് ടു ദ കാർ, നമ്മൾ പറഞ്ഞ പോലെ കാർബൺ ഫൈബർ ആഡ് ഓൺസ് നമ്മൾ കൊടുത്തേക്കുന്ന ഈ ഒരു പീസ് നമുക്ക് ഒരു ക്രോമ വരുന്നത് പറഞ്ഞ പോലെ അത് നമ്മൾ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ലോഗോ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഈ ഒരു സ്കേർട്ടിംഗ് വരുന്ന GR മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റി, ഒരു യൂണീക്ക് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ GR-ലേക്ക് ഇത് ചെയ്യാൻ താല്പര്യം. കാരണം നമ്മുടെ സാധാ ഫോർച്യൂണറിന് ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സംഭവം, അത് ഒരു എന്താ പറയാ നമുക്കൊരു ഫീൽ കിട്ടുന്ന വണ്ടിയാണ്. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ GR-ലേക്ക് കൺവേർട്ട് ചെയ്ത് സ്പോയിലർ GR-ന് വരുന്ന ഒരു ആഡ് ഓൺ ആണ്. ഈ ഒരു കട്ടിങ് വന്നെ സ്പോയിലർ ഉണ്ടോ GR-ന്? അപ്പൊ ഞാൻ ഡൗട്ട് ചോദിക്കുന്നത്, ഈ GR-ന്റെ കിറ്റ് രണ്ടാമത് വരുത്തിക്കുമല്ലോ, അത് എവിടുന്നാ വരുത്തിച്ചേ? നമുക്ക് ഞാനിപ്പോ എന്റെ വണ്ടി ഫുള്ള് ബിൽഡ് ചെയ്ത് എന്റെ പണ്ടോട്ട് എല്ലാ വണ്ടി ബിൽഡ് ചെയ്യുന്ന കോസ്മെറ്റിക് സൈറ്റ്സ് എല്ലാം ചെയ്യുന്ന ഗാലക്സിയാണ് കൊച്ചിയിലുള്ള. പിന്നെ എന്റെ പെർഫോമൻസ് എന്റെ പെർഫോമൻസ് പാർട്ട്നേഴ്സ് ഈ പറഞ്ഞ പോലെ കോഡ് 6 ആണ്. അപ്പൊ ഇവർ രണ്ടാണ് എന്റെ വണ്ടി ഫുള്ള് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ സ്പെക് 3 ആണ് നമ്മുടെ പെയിന്റിങ് ചെയ്യുന്നത്. അപ്പൊ ഇവരായിട്ട് നമ്മൾ വണ്ടി എടുക്കുന്നതിന് ഒരു 2-3 മാസം മുന്നേ നമ്മൾ ഡിസ്കഷൻ തുടങ്ങും. ഇപ്പൊ ഈ വണ്ടിയാണുള്ളത് തന്നെ ഒരുപാട് ഞാൻ അകത്ത് കാണിച്ചിട്ട് ഇന്റീരിയർ ഒരുപാട് ചെയ്ത് തന്നേക്കണം. അപ്പൊ നമുക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ ചെയ്തു തന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് അവരാണ് ചെയ്തത്. ആകെ ബോണറ്റ് മാത്രം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തോളൂ. അത് കിട്ടാൻ ഇത്തിരി പാടാണ്. എനിക്ക് ഒറിജിനൽ കാർബൺ ഫൈബർ നമ്മുടെ സ്റ്റിയറിംഗും ഹുഡും മാത്രം ഒറിജിനൽ കാർബൺ ഫൈബർ, ബാക്കിയെല്ലാം ഞാൻ ഡിപ്പ് ചെയ്തേക്കുന്നതാണ്. ഓക്കെ,
ആൻഡ് ബാക്കിൽ ടിൻഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ സ്വാഭാവികം വേണമല്ലോ, മൂന്നാറല്ലേ. പിന്നെ സൈഡ് ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായി ഡോർ തുറക്കുന്ന സമയത്തല്ലേ ഡോർ. ഓ നൈസ്. കാരണം നമുക്ക് ലിഫ്റ്റ് ഇടുമ്പോ വീട്ടില് പ്രായമായിരിക്കും നമുക്കും എല്ലാം വേണമല്ലോ, ആടി കയറണ്ടേ ഇതിനകത്ത്. അതുകൊണ്ട് നമ്മൾ ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ലിഫ്റ്റ് ചെയ്ത വണ്ടികൾക്കൊക്കെ. ലൈക്ക് അത്യാവശ്യം സൈസുള്ള എല്ലാ വണ്ടികൾക്കും ഈ സാധനം ഇതിന് എത്ര വരുമായിരിക്കും? അയ്യോ വിലയൊക്കെ നോക്കണം. വിലയൊക്കെ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ്ഫുള്ളാ. ഫിറ്റ് ചെയ്ത് വെച്ചേക്കതിനെക്കാട്ടി ഭംഗിയാണ്. ലൈക്ക് ആവശ്യമില്ലാത്തപ്പോ അടഞ്ഞിരുന്നു. മറ്റേന്നൊരു പാവാട നമ്മൾ ഓഫ് റോഡ് കയറുമ്പോ ചിലപ്പോ കല്ലൊക്കെ അതിന്റെ വലിച്ചുകൊണ്ട് വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നോക്ക് ഗൈസ്, വണ്ടിയുടെ ലൈറ്റും കൂടെ ഓണാക്കിയിട്ടപ്പോഴത്തേക്ക് എന്റെ പൊന്നെ സീൻ സാധനം. ഓണർ വരൂ, കം കം ഗൈസ്. ഇതാണ് വീട്. ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളെ വീടും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയുടെ അകത്തെ വിശേഷങ്ങൾ ഇനിയും പറയൂ. അകത്തെ വിശേഷങ്ങൾ കാണിച്ചോണ്ട് പറയാം. ഓക്കെ, ആയിക്കോട്ടെ. അവിടെ ഒരു സാധനം കിടപ്പുണ്ട്, അങ്ങോട്ട് പോവാം. അവിടെ താറ് മാടി വിളിക്കുന്നുണ്ട്, എന്നെയും കൂടെ കാണിക്കുമോ? കേറിക്കോ, ഞാൻ അപ്പുറം സൈഡിൽ കൂടെ കയറാം. ഇതിൽ കയറുന്നത് ഇങ്ങനെ അങ്ങോട്ട് തുറക്കുക. ഓക്കെ, ഈ സാധനം വരുന്നു. ചവിട്ടി അങ്ങോട്ട് കയറുക. ഐശ്വര്യമായിട്ട് കയറുകയല്ലേ? യെസ്. എന്താ സുഖം. പ്രധാന പ്രശ്നം വീഡിയോ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും കുഴപ്പമില്ല, ലൈറ്റ് ഉണ്ട്. എന്തൊക്കെയാണുള്ളത് പറയൂ. ഫസ്റ്റ് വീഡിയോ തന്നെ കാണാൻ പറ്റും. ഹെഡ് റെസ്റ്റിലേക്ക് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സൂപ്പർമാൻ ലോഗോ നമ്മൾ കസ്റ്റം പ്രിന്റ് ചെയ്യാനുള്ള ഹെഡ് റെസ്റ്റ് എല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ സീറ്റ്സ് നമ്മൾ കസ്റ്റം ചെയ്തേക്കുവാണ് വിത്ത് തൈ സപ്പോർട്ട്. ഇല്ല വെന്റിലേറ്റർ ഇല്ല. 22 ശേഷമുള്ള വണ്ടിയിലാണ് വെന്റിലേറ്റർ സീറ്റ്സ് വരുന്നത്. ഈ ഇടയ്ക്ക് അത് ഒരു 5 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ട് എക്സ്ട്രാ. ഇത് നമ്മുടെ മെർസിഡീസ് ബെൻസിന്റെ ഡിസൈനിലുള്ള സീറ്റ്സ് ആണ് ഫുള്ള് ചെയ്തേക്കുന്നത്. ഓൾ ബ്ലാക്ക് ടോപ്പ് തീമില്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫോർച്യൂണറിന്റെ ഇന്റീരിയർ ഫുൾ ഒരു വൈറ്റ് ബീജ് ഷെയ്ഡാണ് വരുന്നത്. അത് തൊട്ട ചെളിയാവും. നമ്മുടെ തലയൊക്കെ തൊട്ട ചിലപ്പോൾ മുടിയൊക്കെ കേന്ദ്രീകരിക്കുന്ന സുഖം ഉണ്ടല്ലോ. അപ്പൊ നമ്മളിത് ഫുൾ ബ്ലാക്ക് ചെയ്ത് റൂഫ് ഈവൻ ഈ ഒരു ട്രിം വരെ നമ്മൾ കാർബൺ ഫൈബർ ചെയ്തേക്കുവാണ്. ഇവിടെ ലൈക്ക് ഇതെല്ലാം കാർബൺ ഫൈബർ ചെയ്തല്ലേ? കാർബൺ ഫൈബർ ചെയ്തു. പിന്നെ നമ്മൾ ആംബിയൻ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ കളേഴ്സും RGB എല്ലാ എനിക്ക് റെഡിഷ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ പാർട്സ് എല്ലാം ഈ ഒരു ട്രിം എല്ലാം ഇത് ചെയ്തു. സൂപ്പർമാന്റെ സ്റ്റിക്കറിൽ നിങ്ങൾക്ക് തൊട്ട് കയറാൻ പറ്റും. അതിനകത്ത് എംപെട്ട് ചെയ്തേക്കുവാണ് കാർബൺ ഫൈബർ. അത് കഴിഞ്ഞിട്ട് ഡിപ്പ് ചെയ്തേക്കുവാണോ? ഓ നൈസ്. അത് കൊള്ളാം. ഓ നൈസ്. ഓക്കെ, പിന്നെ നമ്മൾ ജിആറിന്റെ ഗിയർ നോബ്. ഓക്കെ, പിന്നെ നമ്മൾ ഇൻഫോർടൈൻമെന്റ് മാറിയിട്ടുണ്ട്. സ്റ്റോക്കിൽ വരുന്ന ഇൻഫോർടൈൻമെന്റ് വളരെയധികം പുതിയ JBL എന്താണ് വരുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിന് വലിയ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. ഇല്ലല്ലേ? ഞാൻ എന്റെ വണ്ടിയാണ് ഞാൻ ഇതിനകത്ത് കറക്റ്റ് ഉറപ്പായിട്ട് പറയുന്നത്. പുതിയ മോശം ഇത് പൈനിയർ നമ്മള് വയർലെസ് കാർപ്ലേ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എല്ലാം വയർലെസ് എല്ലാ സാധനം ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് കാർപ്ലേ എല്ലാം ഉള്ള ഒരു സെറ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് വരുന്നതാണ്. സ്മൂത്ത് ആണോ സാധനം? എനിക്ക് ആൻഡ്രോയിഡിലേക്ക് പോകാൻ താല്പര്യം. നമ്മള് പൈനിയറിലേക്ക് പോയത് ആൻഡ്രോയിഡിനേക്കാളും റേറ്റ് കൂടുതലായിരിക്കും പൈനിയർ. പക്ഷെ ഡ്യൂറബിലിറ്റിയും കൂടുതലാണ്, ഔട്ട്പുട്ടും ഭയങ്കര കൂടുതലാണ്. പൈനിയർ, സോണി അങ്ങനെ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഇതിപ്പോ മറ്റേ ഇതിന്റെ അല്ലേ കണ്ടോ? ഇത് മറ്റേ നമ്മള് ലൈറ്റ് ഓൺ ആക്കിയിട്ടേക്കില്ല. അതുകൊണ്ടാണ് നമ്മള് ഇത് ഡാർക്ക് മോഡ് വന്നത്. പിന്നെ നമ്മള് ഇന്റീരിയർ ഫുള്ള് ഡാമ്പ് ചെയ്തേക്കുവാണ്. കുറച്ചുകൂടി ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി കൂടണം. അല്ലെങ്കിൽ നമ്മുടെ പുറത്തുനിന്നുള്ള പറ്റും. റൂഫ്, ഡോസ്, താഴ്വക എല്ലാം നമ്മൾ ഡാമ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു കുഞ്ഞ് ഗണപതി, അതും ബ്ലാക്ക് ആക്കിയോടെ. അതെനിക്ക് ഒരുപാട് തപ്പിയതിനു ശേഷം കിട്ടിയ. സാധാരണ ദൈവത്തെ ഇങ്ങനെ കളറ് കൊടുക്കും. ഇവിടെ ഗണപതിയെ വരെ ഡാർക്ക് ഗണപതി, അല്ലെ ക്യൂട്ട് ഡാർക്ക് ഗണപതി. പറഞ്ഞില്ല ഗണപതിയെങ്കിലും ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ ഫോണിലേക്ക്, അമ്മ ബാക്കിലേക്ക് കഴിഞ്ഞാൽ വലിയ വ്യൂ ഇങ്ങോട്ട് കിട്ടില്ല. അതുകൊണ്ട് ആരും കണ്ടില്ല. അയ്യോ കലാപോ. അപ്പൊ ഇത് ഞാൻ അവരോട് തപ്പിയതിനു ശേഷം എനിക്ക് ഗണപതിയൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള രസമാണല്ലോ. ബ്ലാക്ക് കളിയില്ല. പിന്നെ നമ്മള് മെയിൻ ഹൈലൈറ്റ് സ്റ്റിയറിംഗ് നമ്മള് LCയുടെ GR-ന്റെ LC ടൈപ്പ് സ്റ്റിയറിംഗിലാണ് ചെയ്തേക്കുന്നത് വിത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ്. നോർമൽ നമ്മുടെ നാട്ടിലെല്ലാം ചെയ്ത് ഞാൻ ചെയ്ത സമയത്ത് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ വണ്ടി ഇറക്കിയ സമയത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉള്ള LCയുടെ സ്റ്റിയറിംഗ് വളരെ കുറവാണ് GR-ന്റെ. അത് പ്ലസ് കാർബൺ ഫൈബർ വരുന്നത്. പിന്നെ നമ്മള് സ്പീക്കേഴ്സ് എല്ലാം യൂണിറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. എയർ ബാഗ്. പിന്നെ നമ്മൾ സ്പീക്കേഴ്സ് എല്ലാം പറഞ്ഞ ഫ്ലക്സിന്റെ പൈനിയറിന്റെയും സ്പീക്കേഴ്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫോർ ബെറ്റർ ഔട്ട്പുട്ട്. പിന്നെ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഫോർ ബെറ്റർ ഔട്ട്പുട്ട് ഇവിടെ സൂപ്പർമാൻ ഉണ്ട്. ഒരു ക്യൂട്ട് സൂപ്പർമാൻ തൂക്കിയിട്ടുണ്ട്. എല്ലാ വണ്ടിയിലും ഇത് തന്നെയാണോ?
എല്ലാ വണ്ടിയിലും എല്ലാം തോന്നി. പിന്നെ ഇവിടെയും ഇതെല്ലാം ബ്ലാക്ക് ചെയ്താണല്ലേ? എല്ലാം ബ്ലാക്ക് ചെയ്ത്. ഓക്കെ, ഇവിടെ ഇതും അതും ബ്ലാക്ക് ചെയ്ത് LED ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ നീ മറന്നു? ഇവിടെ നോക്കുമ്പോ വേറെ പ്രത്യേകിച്ച് നോർമൽ ഡിഫോൾട്ട് വരുന്ന സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളും എല്ലാം ഫിസിക്കൽ സാധനങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇത് സെപ്പറേറ്റ് പ്രത്യേകിച്ച് ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല. ഇതാണ് പൊന്നെ എന്തോ കാര്യമായിട്ട് ഗൈസ്. ഈ മേൽ പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങളാണ് റേഷൻ കടയല്ല, ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് GR കിറ്റ് വിത്ത് കാർബൺ ഫൈബർ. നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചോ, ഈ പറഞ്ഞ സാധനങ്ങളാണ് ഇതിന്റെ സ്പെക്ക് വൈസ്, ഇതില് പേപ്പർ വൈസ് അല്ലെങ്കിൽ സ്പെക്ക് വൈസ് ഈ സാധനത്തിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ആരിനകത്ത് എത്ര HP ഉണ്ട് എന്റെ ചോദിക്കില്ല, കാരണം നമ്മൾ ഇതുവരെ വണ്ടി ഒന്നും ഡയനോ ടെസ്റ്റ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ട് വേണേ ചുമ്മാ എനിക്ക് നമ്മള് കാട്ടിക്കൂടെ പോകാൻ വേണ്ടിയല്ലേ നമുക്ക്. അല്ല, പലരും എന്റെ എല്ലാം വണ്ടി ചോദിക്കുന്നുണ്ട് ബ്രോ എത്ര HP ഉണ്ട്. നമുക്ക് ഒരിക്കലും ഒരു ഡയനോ ടെസ്റ്റ് ചെയ്യേണ്ട വണ്ടിക്ക് ഒരിക്കലും എത്ര HP പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് വണ്ടി എന്റെ 1000 BHP പിന്നെ നിന്റെ 1000 ഒന്ന് കാണിച്ചതാ, ഇത് 1000 ഇല്ലല്ലോ. അങ്ങനെയല്ല, നമ്മൾ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല അങ്ങനത്തെ സാധനത്തിന് ആവശ്യം. പിന്നെ മീറ്റർ ഇതിൽ മാറ്റിട്ടുണ്ടോ? മീറ്റർ സ്റ്റോക്ക് തന്നെയാണ്. നമ്മൾ GR-ന്റെ പുറത്തുനിന്ന് സോഴ്സ് ചെയ്യാൻ നോക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പൊ എങ്ങനെ ഡിജിറ്റൽ ആയിരുന്നോ? ഇല്ല, നമ്മുടെ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫോർച്യൂണർ എഴുതി കാണിക്കുന്നത്. GR-ന്റെ വണ്ടിക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. 9.6 കിലോമീറ്റർ എങ്ങനെ അതെന്നെ കിട്ടുന്നതാണോ? ഇതിൽ കൂടുതലുണ്ട്. ഇതിപ്പോ ചവിട്ടി പൊളിച്ചിപ്പോ വീട്ടിലേക്ക് വന്നിരിക്കണെങ്കിൽ 9.6 കിട്ടിയത്. നമ്മൾ നോർമലൊക്കെ ഓടിക്കണമെങ്കിൽ 13 ഒക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ട്യൂൺ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. എല്ലാവരും വിചാരം ട്യൂൺ കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസ് കുറയും, അല്ല ഇത് മൈലേജ് കുറയാണ്. പക്ഷെ നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് പുഷ് ചെയ്യുന്നതോറും വണ്ടിയുടെ മൈലേജും കൂടും. പക്ഷെ അത് പലർക്കും പറയാൻ എനിക്ക് എന്റെ I20 അത്രയും മറ്റേ മാലപ്പട്ടക്കം പോലത്തെ എക്സോസ് ചെയ്തിട്ട് എനിക്ക് 13 മൈലേജ് കിട്ടുണ്ടായി. അത് എന്താ പറയാ, അതാണ് എന്റെ മനസ്സിലെല്ലാം താറാണ്. അല്ല, ഈ അലോയ് മാറ്റിയത് കൊണ്ട് മൈലേജ് ഡ്രോപ്പ് ആയി അങ്ങനെ എന്തെങ്കിലും തോന്നൽ വന്നിട്ടുണ്ടോ? ചിലപ്പോ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ശരിക്കും അങ്ങനെ നോക്കുവാണെങ്കിൽ പക്ക സ്റ്റോക്ക് എടുക്കുക. ഏറ്റവും മൈലേജ് ഏറ്റവും കൂടുതൽ കംഫോർട്ടുള്ള സ്റ്റോക്ക് വീല്, ഒരു മറ്റേ ഹൈവേ ടയർ വാങ്ങിച്ചിടുക, വണ്ടി സ്മൂത്ത് ആയിട്ട് ഒരു ടീന്റെ സസ്പെൻഷൻ എടുക്കുക, നല്ല മൈലേജ് കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ, അത് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ലുക്കും മാർക്കും കൂടെ കിട്ടത്തില്ല, ഒന്ന് ഇതിനിപ്പോ അത്യാവശ്യം മൈലേജ് ഉണ്ട്. 9.6 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബേസിക് മൈലേജ് ആണ്. അപ്പൊ എന്റെ വണ്ടി മിടുക്കനാ. അപ്പൊ ഇത്രയും പെർഫോമൻസ് പുഷ് ചെയ്തിട്ട് വണ്ടിക്ക് നല്ല മൈലേജ് ഉണ്ട്. ഇത്രയും ആഡ് ഓൺസ് ചെയ്തിട്ട് ഇത്രയും, പിന്നെ എനിക്ക് തോന്നുന്നു വെയിറ്റ് റിഡക്ഷൻ ഒക്കെ വന്നേക്കൊണ്ടെങ്കിൽ ചിലപ്പോൾ മൈലേജ് കൂടുതൽ കിട്ടുന്ന കേട്ടോ ആയിരിക്കണം. യെസ്, ഫ്രണ്ടിൽ സാധനം അവിടെ ഇരിക്കുന്ന സാധനം കാണാനും എമണ്ടറാണെങ്കിലും കുഞ്ഞു പിള്ളേരുടെ മനസ്സിലായി പൊക്കി കാണിക്കുമ്പോൾ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒറ്റ കൈകൊണ്ട് നിസ്സാരമായിട്ട് പോക്കാം നമുക്ക്. ഈ സാധനം ഉണ്ടല്ലോ, കാണുമ്പോ ഭയങ്കര എമണ്ടറാന്ന് തോന്നും, ബട്ട് കാണിക്കൂ, പൊക്കി കാണിക്കൂ. സാധനം എല്ലാവരും ഷോറൂമിലൊക്കെ പോയിട്ട് വെക്കണത് ഇതാണ് സിമ്പിൾ ആയിട്ട്. കഴിഞ്ഞ ദിവസം പറമ്പിക്കൊണ്ട് ഇറക്കിയാണ്. ഇത് കാണുമ്പോ മനസ്സിലാവും ഈ പുലി എവിടെ കിടന്ന് കറങ്ങുന്നതാണ്. അയ്യോ, അത് നമ്മുടെ ബ്രേക്ക് ബൂസ്റ്ററിനെ പറ്റി പറയാൻ പറഞ്ഞു. നമുക്ക് ഫോർച്യൂണിന് ബ്രേക്കിംഗ് ഇത്തിരി ഷോക്കാണ്, ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പൊ നമ്മൾ ABയുടെ ബ്രേക്ക് ബൂസ്റ്റേഴ്സ് ആണ് ചെയ്തേക്കുന്നത്, അപ്ഗ്രേഡ്. അപ്പൊ നമുക്ക് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിൽക്കുവാടെ, അതുകൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ എഞ്ചിൻ ബേ ഇപ്പൊ കുറ്റമലവരോട് വരും, ഞാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അല്ല, ഇത് പുറത്തിറങ്ങുന്ന കാട്ടിലിറങ്ങുന്ന വണ്ടി അങ്ങനെ സിമ്പിൾ, ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാവുന്ന സാധനം കണ്ടോ, ഇത്ര വെയിറ്റ് ഇല്ല. നൈസ്. എന്നാലും കുഴപ്പമില്ല, ഓഫ് റോഡ് പോകുന്ന വണ്ടിക്ക് അങ്ങനെയൊക്കെ വേണം. എനിക്ക് പാടമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ട് കാപ്പി കിടക്കും, പാടം ചെളിയുള്ള വഴി. പണ്ട് മറ്റേ സൈക്കിളിലൊക്കെ പോകുമ്പോ മറ്റേ വെള്ളം നിറപ്പിക്കുന്ന മറ്റേ പരിപാടി എനിക്ക് വേണ്ടത് സെയിം വിച്ച്. പിന്നെ വണ്ടി ഗ്ലാൻസ് ചെയ്യാണ്ട് ഇറക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പുലിക്കുട്ടിയുടെ പുറത്തുനിന്ന് കാണുന്ന വിശേഷം. ഈ വണ്ടി ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് വന്നാൽ അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നു, ആ ആളെ പറ്റി 2 വാക്ക് സംസാരിക്കാം. ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ ക്യൂട്ട് വണ്ടി ഇങ്ങനെ ഇരിക്കുക, പോട്ടുമാരെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഇരുന്നോ, ബ്രൂണോയുടെ അനക്കമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ഗ്യാരേജിൽ അടുത്തതായിട്ടുള്ള വണ്ടി താറാണ്. എനിക്ക് തോന്നുന്നു ഫോർച്യൂണർ എടുത്ത് കഴിഞ്ഞിട്ട്, ശരിക്കും ഫോർച്യൂണർ എടുത്ത് കഴിഞ്ഞാണ് താർ എടുത്തത്. പക്ഷെ ആൾക്കാരെ കാണിച്ചത് താർ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഫോർച്യൂണർ എടുത്തതാണ്. അതിന്റെ പേരിൽ ഒരുപാട് ബാക്ക് ഫയർ ഒക്കെ എനിക്ക് കിട്ടിയതാണ്. ഇയാൾക്ക് നാണാവലി താർ ഇത്രയും വലിയ ഷോപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇത് കമന്റ് ചെയ്ത്. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ കാശ് മുടക്കി വണ്ടി എടുത്തു, അപ്പൊ എനിക്ക് എന്താ പിന്നെ ആൾക്കാർ കൂടുതൽ കുറയ്ക്കുമ്പോൾ എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടും, അപ്പൊ എനിക്ക് അത്ര സന്തോഷം. താങ്ക്സ് ഫോർ കമന്റിങ്. ഈ താറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്? നമ്മൾ 2023 താറാണ്. ഒരു യൂസ്ഡ് വണ്ടിയിട്ട് നമ്മളൊരു ഡോക്ടറിനെ നമ്മളുടെ ഡോക്ടർ യൂസ് അതെ ഡോക്ടറെ ഞാൻ പറിച്ചു കളഞ്ഞു. അപ്പൊ നമ്മളതിനകത്ത് ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മാക്സിന്റെ 980 ടയേഴ്സ്, ഫോർച്യൂണർ ടയേഴ്സ് ഇട്ടുണ്ട്.
പിന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന എല്ലാവരും ചെയ്യുന്ന ബേസിക് മോഡ്സ് ആയ ഗ്രില്ല് മാറ്റിയിട്ടുണ്ട്. പിന്നെ കോങ്ങിന്റെ ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ബമ്പേഴ്സ് എനിക്ക് സ്റ്റോക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെറുതെ MVDക്ക് പൈസ കൊടുത്തിട്ട് എനിക്ക് സംഭാവന കൂട്ടാൻ വലിയ താല്പര്യമില്ല. നമ്മൾ ഓൾറെഡി മറ്റേ വണ്ടി കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റൂഫ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് ചുമ്മാ രസം വെച്ചിട്ടുണ്ട്, കൗതുകം. പിന്നെ നമ്മള് റൂഫിലൊക്കെ ചോട്ടിക്കറാനായിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ബാക്കിൽ വർക്കിംഗ് ആണ്, സ്റ്റോക്ക് മാത്രമല്ല എല്ലാം വർക്കിംഗ് ആണ്. പിന്നെ പറഞ്ഞ പോലെ ബാക്കിൽ ഒരു റൂഫ് ലൈറ്റ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അത്രയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻലി എനിക്ക് തോന്നുന്നു ഇത് 4x4 സാധനം തന്നെയല്ലേ? ഇത് മെയിൻ ആയിട്ട് പക്ക ഇറക്കി 2 വണ്ടിക്ക് 2 യൂസ്. അത് ഞാൻ ഈ പറഞ്ഞപ്പോൾ അധികം കാടും മേടൊക്കെ ഒഴിക്കുകയല്ല, സ്ക്രാച്ച് ആവും. നല്ല ക്ലീൻ ആയിട്ടിരിക്കും എന്റെ വണ്ടി. അപ്പൊ ഇതാകുമ്പോ എല്ലാ പറമ്പിക്കത് കണ്ടോ, ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, ഞാൻ കണ്ടു. ആനപ്പാറ കയറി ഇപ്പൊ സംഭവിച്ചാണ്. ഇതാകുമ്പോ വലിയ പ്രശ്നമില്ല. എന്താ പറയാ, ആനപ്പാറ കയറുമ്പോ ഇവിടെ എങ്ങനെയാണ് സ്ക്രാച്ച് വരുന്നത്? ആ വഴിക്ക് വണ്ടികൾ അധികം പോകാറില്ല. അപ്പൊ ഞാൻ ഒരു വഴി ഉണ്ടാക്കി കയറിപ്പോ ഇല്ലാത്ത വഴിയാണ്. അപ്പൊ അവിടെ ഒരു എന്താ പറയുക, ഒരു മുള്ളുള്ള മരം ഉണ്ടല്ലോ, അത് ഫുള്ള് വരഞ്ഞു പോയി. ഇതിന്റെ ഇവിടെ കണ്ടോ, ഫുൾ ആ സൈഡ് സ്ക്രാച്ച് ആയിട്ട്. പിന്നെ റൂഫ് ഈ ഒരു മെറ്റീരിയൽ ആയിട്ട് അധികം സ്ക്രാച്ച് ആവില്ല. പിന്നെ നമ്മള് പിന്നെ നമ്മള് എല്ലാരും ചെയ്യുന്ന പോലെ താറ് എടുത്തിട്ട് ഇവര് എന്തുകൊണ്ടാ ചെയ്തെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഓട്ടോമാറ്റിക് ഫ്യൂവൽ ഇട്ടല്ല, നമ്മള് കീ ഇട്ട് പുറത്തേക്ക് റോക്സിൻ ഉണ്ടല്ലേ, അതൊരു മാതിരി ചെറ്റത്തരായി. അല്ല, റോക്സിൻ ഉണ്ട്. ഇതിന് എങ്ങനെ തുറക്കുന്ന അറിയോ? താക്കോലിട്ട് ഇങ്ങനെ കുത്തി തുറക്കും, അത് ഇലക്ട്രിക് വർക്ക് ചെയ്തില്ല. എല്ലാവർക്കും ഉള്ള മെയിൻ കംപ്ലൈന്റ് ഇത്. അല്ല, എനിക്ക് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കാര്യമാണ്, എന്തുകൊണ്ടാണ് താറിന് ഇത്രയും കാശ് കൊടുക്കണ്ടല്ലോ, ഒരു ഫ്യൂൽ ഇട്ട് വെക്കാൻ പാടില്ല. 10 ലക്ഷത്തിന് കൊടുക്കും. ഇപ്പൊ ഇത് നമ്മള് ഓട്ടോമാറ്റിക് ഫ്യൂൽ ഇട്ട് വെച്ചിട്ടുണ്ട്, സ്വിച്ച് ഇട്ട്. ഇപ്പൊ എല്ലാ താറിലും ചെയ്യുന്നതാണ് അത്ര. പിന്നെ ഇന്റീരിയർ ഞാൻ പ്രത്യേകിച്ചും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ താറിനകത്ത് വരുന്ന വയേർഡ് കാർപ്ലേ ആണ്. അത് വലിയ പാടാണ്. വയർലെസ് കാർപ്ലേയുടെ ഒരു അഡാപ്റ്റർ മാറ്റി, അത്രയാണ് ബേസിക് കാര്യങ്ങൾ. ഇത് ഈ പറഞ്ഞ സാധനം റഫ് ആയിട്ട് ഓടിക്കാനുള്ള ഒരു ഓഫ് റോഡ് പുലിക്കുട്ടി. അതെ അല്ലേ? നമുക്ക് എതികളൊന്നും പോവാം, ഒന്നും നോക്കാനൊന്നുമില്ല, ചുമ്മാ ഓടിക്കാം. അമ്മയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ആണോ? ഞാൻ അന്ന് ഓഫ് റോഡ് പോയപ്പോ അമ്മേനെ കൊണ്ടാണ് ആനപ്പാറ പോയത്. അമ്മയ്ക്ക് അങ്ങോട്ട് അറിയപ്പോ ഭയങ്കര ടെൻഷൻ. തിരിച്ചു വന്നപ്പോ അമ്മ പിന്നെ അടുത്ത് എന്നാ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ. ഇല്ല, അറിയില്ല. രസം അത് ഈ പറഞ്ഞ പോലെ അത്ര വലിയ സ്കില്ലൊന്നും വേണമെന്നല്ല. ഈ പറഞ്ഞ താറ് 4x4 ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള വെളിവിണ്ടി ആർക്കും കൂടെ ഓടിച്ചേരുന്ന സംഭവമാണ്. അപ്പൊ നിങ്ങൾ ഒരു 4x4 താറിനെങ്കിലും പറമ്പിക്കട കയറുക, ആർക്കും ശല്യമില്ലാത്ത രീതിക്ക് അറിയും. അല്ല, ഈ വണ്ടി കൊള്ളത്തില്ലെന്നല്ലെങ്കിൽ അങ്ങനത്തെ പറയുന്നവർക്ക് ഇത് ഓടിക്കുമ്പോഴല്ലേ അതിന്റെ താറിന് ഇഷ്യൂസ് ഉണ്ടാവും. എനിക്ക് 2021 സമയത്തൊക്കെ ഇറങ്ങി ഒരുപാട് വണ്ടികൾക്ക് DPFന്റെ ഇഷ്യൂ, പിന്നെ ടർബോ, അങ്ങനെ ഒരുപാട് ഇഷ്യൂകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് റിഫൈൻഡ് ആക്കി കംപ്ലൈന്റുകൾ കുറച്ച് മഹേന്ദ്ര ഇറക്കുന്നുണ്ട്. പിന്നെ ചിലവരുടെ ഭാഗ്യം എന്നൊക്കെ പറയില്ലേ, കിട്ടണ്ടവന് കിട്ടും പിടി, അല്ലാത്തവനെ കൊണ്ടെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി എനിക്ക് മെയിൻ ഒരു സാധനം ചോദിക്കാറുണ്ട്. കാരണം ഇവിടെ ഒരു ബ്ലാക്ക് താർ കിടപ്പുണ്ട്, ഇവിടെ ഒരു ബ്ലാക്ക് ഫോർച്യൂണർ ഉണ്ട്, അപ്പുറത്തൊരു വെന്യൂ കിടപ്പുണ്ട്. ഈ ബ്ലാക്ക് കളർ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അത് പാടല്ലേ ശരിക്കും? ബ്ലാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭംഗിയാണ്, സമ്മതിച്ചു, കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ബ്ലാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, എസ്പെഷ്യലി നമ്മളൊരു വണ്ടി എടുക്കുവാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഒരു ഗ്രഫൈനോ സെറാമിക് കോട്ടിങ്ങോ ചെയ്യുക. അത് നല്ലൊരു സ്ഥലത്ത് കൊടുത്ത് ചെയ്യുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലത്ത് ഞാൻ ആരെയും ഡീഗ്രേഡ് ചെയ്യുന്ന ഒന്നും അല്ല കേട്ടോ, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ വണ്ടി സ്നേഹിക്കുന്ന നല്ല മോട്ടറൈസ്ഡ് ആയിട്ട് സ്ഥലത്ത് കൊണ്ടേ ചെയ്യുക. ഷോറൂമിൽ ഒരിക്കലും ചെയ്യില്ല. ഷോറൂമിൽ ചെയ്യുന്ന ഒരിക്കലും ജസ്റ്റ് പർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് എന്റെ ഓണർ ഷോറൂമിൽ നിന്ന് ഗ്രാഫൈൻ ചെയ്യാൻ, പക്ഷെ 10 വയസ്സ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഒരുപാട് സെറാമിക് പ്രോ, സ്പെക്ട്ര, അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. നല്ല ഷോപ്പിൽ കൊടുത്ത് സെറാമിക് ഗ്രാഫൈൻ ചെയ്യുക. എപ്പോഴും നമ്മൾ വണ്ടി ഒരു വീക്ക്ലി വൺസ് എങ്കിലും കഴുകാൻ ശ്രമിക്കുക. പിന്നെ വണ്ടിയിൽ ഒരിക്കലും വെള്ളം ചാടി കഴിഞ്ഞാൽ വെള്ളം ഈ വാട്ടർ ഡ്രോപ്സ് ഉണ്ട്, ഇതുപോലെ വാട്ടർ ഡ്രോപ്സ് വെക്കാണ്ടിരിക്കുക. വാട്ടർ മാർക്ക് പിടിക്കും. വാട്ടർ മാർക്ക് മൈക്രോഫൈബർ തുടയ്ക്കുക. അതിപ്പോ എത്ര നമുക്ക് വയ്യാണ്ടോന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ എത്ര രാത്രിയായിട്ട് വന്നിരുന്നാലും വണ്ടിക്ക് അതൊരു തുള്ളി വെള്ളം ഞാൻ 2 റൗണ്ട് നടക്കും. എന്നിട്ട് തുടച്ചിട്ട് ഞാൻ പോയി കിടക്കാറുള്ളൂ. പിന്നെ നമ്മൾ തന്നെ ഏറ്റവും ബെറ്റർ നമ്മൾ തന്നെ വീട്ടിലൊരു ഒരു പ്രഷർ വാഷ് വാങ്ങിച്ചു വെക്കുക, കഴുകുക. അതാണ് ഏറ്റവും ബെറ്റർ. എന്റെ കയ്യിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പ്രഷർ വാഷർ ഉണ്ട്, ഫോം ഗൺ ഉണ്ട്, ഒരു ലോഡ് ക്ലോത്ത് ഉണ്ട്. ഞാൻ ഇത് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. കാരണം നമ്മൾ സെപ്പറേറ്റ് അലമാരയൊക്കെ ഉണ്ടല്ലോ, സ്റ്റോറേജ്. എന്റെ ആഭരണപ്പെട്ടി. ഓക്കെ, എന്താണ് ഇതിനകത്തുള്ളത്? അപ്പൊ മൈക്രോ, ഇതാണ് ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ് സ്പണ്ട്. ഇത് പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ മിക്ക ഷോപ്പുകളും യൂസ് ചെയ്യുന്നതാണ് സോഫ്റ്റ് സ്പണ്ട് മൈക്രോ ഫൈബർ ക്ലോത്ത്. അത് ഏത് ഷോപ്പിലാണെന്ന് ചോദിച്ചാൽ മനസ്സിലാവും. അവരുടെ ഒരു ലോഡ് ഡസൻ ക്ലോത്ത്സ് എൻ്റെ ഉണ്ട്. പിന്നെ മൈക്രോ ഫൈബറിന്റെ വേറെ ക്ലോത്ത്സ്. പിന്നെ ഇതൊക്കെ ഇരിക്കുന്നത് ഷാമ്പൂ. ഇതെല്ലാം കാണുന്നുണ്ടോ? ഇത് ഒരു അലമാര നിറച്ച് ക്ലീനിങ് സാധനങ്ങൾ വെച്ചേക്കുന്നത്. ഇത് കളർ ഫോം ആണ്, ഗ്രീൻ കളർ, ബ്ലൂ കളർ, പിങ്ക് കളർ. അതിന്റെ വ്യത്യാസം ആ ഫോമിന്റെ കളർ, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. എസ്തെറ്റിക്, ഞാൻ വാക്ക് പറയുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ബേസിക്കലി ഡാഷ്ബോർഡ് പ്രൊട്ടക്ടർ, എഞ്ചിൻ പ്രൊട്ടക്ടർ, ടയർ ഡ്രസ്സർ, എല്ലാ സാധനങ്ങളും. എന്തോരം ടെക്നോളജിയാ.
ഇവിടെ ടയർ ഇറപ്പിക്കാനുള്ളത്, ഷൂ ഇറപ്പിക്കാനുള്ളത്, ഇതൊക്കെ എന്ത് സാധനം? അത് ടയർ ഡ്രസ്സർ അല്ല, അത് എഞ്ചിൻ പ്രൊട്ടക്ടർ. ഓ, ഇതാണ് ടയർ ഡ്രസ്സർ. അകത്തും പുറത്തും എല്ലാം ചെയ്യാനുള്ള നമ്മള് മറ്റേ അലമാരിക്കകത്ത് സ്പ്രേയും പെർഫ്യൂം ഒക്കെ അടിച്ചു വെച്ചേക്കുന്ന പോലെ എല്ലാ സാധനവും ഉണ്ട്. ഒരു സ്പെയർ ഓഫ് ഫോഗ് ലാംപ്സ് നമ്മുടെ അത്യാവശ്യം എല്ലാ ബേസിക് ആയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ബാക്ക് വ്യൂ. നമ്മുടെ പ്രൈവറ്റ് അരുവിയൊക്കെ ഉണ്ട്. ആ സാധനം ഞാൻ നമ്മുടെ ഹോം ടൂറിൽ കാണിച്ചു തരാട്ടോ. വേറൊരു സ്പോട്ട് ഉണ്ട് നമ്മുടെ വീട്ടിൽ. ഹോം ടൂർ ഇപ്പൊ നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മളെപ്പോഴും ബേസിക് ആയിട്ടുള്ള വീട്ടിൽ തന്നെ വണ്ടി വാഷ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ തന്നെ വൈപ്പ് ചെയ്യാൻ. അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറിയ പോലെ വേറൊരാളെ നമ്മുടെ വണ്ടി ഒരിക്കലും ഒരു കട ചെന്ന് അവർ പെട്ടെന്ന് വണ്ടി കഴുകി വൃത്തിയാക്കി പറഞ്ഞിടാൻ നോക്കുള്ളൂ. ചിലപ്പോൾ ചില ഭാഗമൊന്നും കഴുകില്ല. ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ തന്നെ അവർ പറഞ്ഞില്ല. നമ്മളാകുമ്പോൾ നമ്മൾ വണ്ടി വാഷ് കഴിഞ്ഞാൽ ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അത് എന്നിങ്ങനെ പറ്റി, എന്ത് സംഭവിച്ചു, നമുക്ക് കറക്റ്റ് ഒരു ധാരണ ഉണ്ടാവും. പിന്നെ വണ്ടിയുടെ ബോഡിയുടെ അവസ്ഥ എന്താ, ടാർ പിടിച്ചിട്ടുണ്ട്, ഇതൊക്കെ അറിയാൻ പറ്റും. പിന്നെ വണ്ടിയിൽ ഒരിക്കലും ഡീസൽ സ്പ്രേ ചെയ്യാണ്ടിരിക്കുക. മറ്റേ ഈ ചീപ്പായിട്ട് വാഷ് ചെയ്യുന്ന ഏരിയസിൽ മിക്കവരും ഡീസൽ ഇട്ട് എളുപ്പം, കാരണം ചെലവ് കുറവാണ്. ഡിഗ്രേസറിന് തിളങ്ങുമല്ലോ. അല്ല, ഡിഗ്രേസറിന് റേറ്റ് കൂടുതലാണ്. ഈ ഡീസലിനെ കുറച്ച് റേറ്റ് കുറവാണ്. അപ്പൊ ഡിഗ്രേസർ വെച്ച് കഴിഞ്ഞാൽ അത്ര പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ ടയറിലൊക്കെയാണ് ഡിഗ്രേസർ വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ ഡീസലൊക്കെ മാക്സിമം വണ്ടിയിൽ ഒഴിക്കാണ്ടിരിക്കുക. നമ്മള് എന്താ പറയാ, മഴക്കാലത്ത് മാക്സിമം പറയണേ ശരിയല്ല, വണ്ടി കുറച്ച് ഉപയോഗിക്കുക. ഞാനിപ്പോ മറ്റേ 100 രൂപയുടെ കോട്ട് കുറെ വാങ്ങിച്ചു. ഞാനിപ്പോ ജിമ്മിൽ പോണത് എല്ലായിടത്തും പോകുന്നത് സ്കൂട്ടറിന്റെ മഴക്കാലത്ത്. എനിക്ക് വണ്ടി വീട്ടിൽ മഴയല്ലേ, കാർ എടുക്കുന്നത്. എനിക്ക് അങ്ങനത്തെ വൃത്തിയുണ്ട്. ഞാൻ വണ്ടി കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഒരു 10 മിനിറ്റ് വണ്ടിയിൽ സ്റ്റെയർ ചെയ്യും. വണ്ടി എടുക്കണോ വേണ്ട, ഇനി പണ്ടര മഴ ആയാലും കുഴപ്പമില്ല, വണ്ടി വൃത്തി കിടക്കുമല്ലോ. ബ്ലാക്കിൽ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് ബ്ലാക്ക് കളർ കാണാൻ ഭയങ്കര ഭംഗിയാണ്. വീഡിയോസിലും ഫോട്ടോസിലും റിയൽ ലൈഫിലും എല്ലാം ഭയങ്കര ജിൽജിലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന ബ്ലാക്ക് വണ്ടിയിൽ കണ്ടേക്കുന്ന ഒരു നെഗറ്റീവ്, 3 വണ്ടി ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എന്തോ? ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കോട്ടിംഗ് ചെയ്യുന്ന വണ്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കാണുന്നത്. കണ്ടോ, കോട്ടിംഗ് എല്ലാ വണ്ടിയിലും വേണ്ട, ഇവിടെയൊക്കെ ഉണ്ട് നിറച്ചും ഈ ഫിംഗർ പ്രിന്റ് പോലെ വരുന്നത്. എന്റെ ഹുഡിലൊക്കെ വേണ്ട നമ്മൾ പിടിച്ചപ്പോ. പക്ഷെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇലയുടെ മറ്റേ കമ്പ് ഒക്കെ വരയുന്നതിന്റെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഏത് സ്ക്രാച്ച്? ആ, ചെറുതായിട്ട് കാണാൻ പറ്റും ബ്ലാക്കിൽ. പക്ഷെ വൈറ്റിൽ എനിക്കൊന്നും അത്ര എടുക്കും. വൈറ്റിൽ അത്രയില്ല. i20 ഏത് കളറായിരുന്നു? i20 ഒരു ഗ്രേ ആണ്. ഗ്രേ, ഒരു ലൈറ്റ് ഗ്രേ കളർ. ഒരു ലൈറ്റ് ഗ്രേ കളർ. വലിയ പ്രശ്നം ഉണ്ടായില്ല. അത് പക്ഷെ വലിയ എടുത്തറിയുന്ന പരിപാടി ഇല്ലായിരുന്നു. ഇല്ല, എന്നാലും അറിയാം. നമ്മള് വണ്ടി എപ്പോഴും കോട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചെറിയ മൈനോട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് കാണിക്കും ഭയങ്കരമായിട്ട്. അപ്പൊ എപ്പോഴും വണ്ടികൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല. എപ്പോഴും നമ്മൾ വണ്ടി വാഷ് ചെയ്യുന്ന ക്ലോത്ത് ഒരു മാസത്തിലൊരിക്കലും മാറുക. ഞാനിപ്പോ എല്ലാ മന്തും ക്ലോത്ത് മാറിയാണ് വാഷ് ചെയ്യാറ്. കാരണം പഴയ ക്ലോത്ത് ഇരുന്ന് പോകും. പിന്നെ ഒരിക്കലും നിലത്ത് അടി കഴിഞ്ഞാൽ ആ ക്ലോത്ത് എടുത്ത് വണ്ടി കഴുകൽ ഒരിക്കലും. എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. വണ്ടി വാഷ് ചെയ്തിട്ട് ക്ലോത്ത് നിലത്തിട്ട് വണ്ടിയിൽ വെള്ളം ഒഴിക്കും. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. നമ്മൾ ഒന്നെങ്കിൽ ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ അഴയിലാണ് വിരിച്ചിട്ടാണല്ലോ. അല്ലെങ്കിൽ ഈ മൈക്രോ ഫൈബറിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിച്ചെടുക്കും, പൊടിയൊക്കെ. പിന്നെ നമ്മൾ അടുത്ത തവണ വാഷ് ചെയ്യുമ്പോ ആ പൊടി ഇരുന്ന് ചെറിയ സ്രിൽ മാർക്ക് പോലെ വണ്ടിക്കത്. ഇതൊക്കെ ഞാൻ അബദ്ധങ്ങളിൽ നിന്ന് പഠിച്ചാട്ടോ. എന്റെ എല്ലാം സ്ക്രാച്ചാക്കി പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെ. ഇതിന്റെ അകത്ത് ബാക്ക് സീറ്റിൽ കയറിയിരിക്കാം. ആൻഡ് ഫോർച്യൂണർ ഞാൻ വീണ്ടും എഗെയിൻ തുറക്കുന്നു. നമ്മുടെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു. നമ്മുടെ ബാഗിലാണത്. നല്ല പരിചയമുള്ള ബാഗ് ഇത്. ഇതിന്റെ സീറ്റ് കവർ ബാക്കിലും ഈ പറഞ്ഞ പോലെ ഫുള്ള് നമ്മൾ സീറ്റ് കവേഴ്സ് ചെയ്തേക്കും അല്ലേ? ഓക്കെ, ഇത്രയും കിടക്കാം അല്ലേ? ഓ, നൈസ്. അപ്പൊ നമ്മൾ പുറത്തോട്ട് പോകാൻ പോവാണ് സുഹൃത്തുക്കളെ. ഒരു ഡ്രൈവിന് പോകാൻ പോവാണ്. വണ്ടി ഒന്ന് ചരിച്ചിട്ടപ്പോഴത്തേക്ക് അതിന്റെ ലുക്ക് കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ക്രഷ് അടിക്കുന്നത് ഗൈസ്. എനിക്ക് ക്രഷ് അടിക്കുന്നു. ഏട്ടാ, ഞാൻ പിടിച്ചോളാം. ഓക്കെ, എന്റെ ബാക്കില് ഈ സാധനം ഇങ്ങനെ യമണ്ടറായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. ഇടിക്കുക. ഗൈസ്, നമുക്ക് അകത്തോട്ട് കയറാം. അകത്ത് കയറി കുറച്ച് യാത്ര പോകാം. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര വെൽക്കമിങ് ഫീൽ ഉണ്ട് ഈ സാധനത്തിന്. ചവിട്ടി കയറാം. വരുന്നില്ലേ സാഗർ? വരൂ സാഗർ. ഒന്നും കാണുന്നില്ലല്ലോ. ഇത് ഭയങ്കര വിശാലമായ ഗ്രാമീണ സ്ഥലത്താണ് നമ്മൾ. അതെ. ഇപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഞാൻ എത്തിയിട്ട് പറയാം. ഗൈസ്, പോകുന്ന വഴിക്ക് ഒരു കിടിലൻ വ്യൂ കണ്ട് ഗൈസ്. ഇപ്പൊ നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും. എനിവേ, ഭയങ്കര കിടിലൻ സ്ഥലം ഗൈസ്. നമ്മൾ അങ്ങോട്ടാ പോകുന്നത് ആക്ച്വലി. നമ്മള് മലയാറ്റൂര് പാപങ്ങൾ കുഴിക്കളെ മലയാറ്റ. അതെ, വണ്ടി പണിഞ്ഞ പാപങ്ങളല്ല. അവിടെ മുകളിൽ ഭയങ്കര മലപ്രദേശമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഞാൻ അവിടെ ചെയ്തിട്ട് എനിക്ക് ഗണപതി ഇഷ്ടപ്പെട്ടു. എവിടുന്നാ മേടിച്ചേ? ആമസോണിലോ? ആമസോണിൽ ബ്ലാക്ക് ഗണപതി സെർച്ച് ചെയ്തോ? ഇല്ല, പിന്നെ കൊറേ തപ്പി. ഓ, ഏതൊരുത്തൻ ഈ ചിലർക്ക് ഒരു പരിപാടി ഉണ്ട്. ചിലർക്ക്
ഒരു വീഡിയോ ഇടുന്നുണ്ട് പ്രൊഡക്റ്റിന് ലിങ്ക് ഇടാൻ ഇവര് പ്രൊഡക്റ്റിന് ലിങ്ക് ഇട്ട് തരില്ല, പറ്റിക്കും. അപ്പൊ ഞാൻ പിന്നെ ആ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ സ്ക്രീൻഷോട്ട് അരമണിക്കൂർ തപ്പിട്ടാണ് പുള്ളിനെ എനിക്ക് കിട്ടിയത്. ടു ദ ക്രിയേറ്റേഴ്സ് മറ്റേ കമന്റിൽ ലിങ്ക് സെർച്ച് ചെയ്ത് ലിങ്ക് എന്ന് ഓട്ടോമേഷൻ ചെയ്യുന്ന ബോട്ട് വർക്ക് ചെയ്യാത്ത എന്താ എനിക്കറിയാൻ പാടില്ല, ഞാനല്ല വേറെ ആരും ഉദ്ദേശിച്ചല്ല. എന്തായാലും ആ സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ പറയാം. ഈ വണ്ടിയുടെ പവർ കണ്ടോ, സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇത് പൊന്നു ഗൈസ്. ഇത് ഇങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് പറപ്പിച്ച് പോയാൽ ഈ സാധനം ഇങ്ങനെ ജില്ലെന്ന് പറഞ്ഞ് നിൽക്കുക. ക്യാമറയിൽ എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാനത് അനുഭവിച്ചത്. ഇപ്പൊ ക്യാമറ ഉള്ളാക്കുള്ള ഗ്യാപ്പ് കിട്ടിയില്ല സത്യം പറഞ്ഞ ചേട്ടാ. വെരി ഗുഡ്. ട്യൂൺ ചെയ്തപ്പോഴത്തേക്ക് വണ്ടി ചാടുന്നു കേട്ടാ. ചേച്ചി മോളെ, അയ്യോ മോളെ ചേട്ടാ. റോഡ് സൈഡിൽ ഇങ്ങനെ പെമ്പിള്ളേരെ സ്കൂട്ടിലേക്ക് പെമ്പിള്ളേരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കുന്നത്. എപ്പോ വേണമെങ്കിലും 6 കൂടെ പോകും, അല്ല ചാടും. 6 കൂടെ വേണമെങ്കിലും ചാടി പോകും. അയ്യോ അത് സൂപ്പർമാൻ ചാടുന്നു. ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് നമുക്ക്? മല കയറി കഴിയുമ്പോഴേക്കും വൈകുന്ന പത വരും. വണ്ടിയല്ലേ മല കയറുന്നേ? ഇല്ല, നടന്ന് കയറണം. നമ്മൾ കയറണം. നമുക്ക് അവിടെ പോയിട്ട് തിരിച്ചു കഴിച്ചില്ല. ഇതാണ് ഗൈസ് പ്രശ്നം. പിള്ളേർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാനും പണ്ട് പോലെ അവരോട് നോക്കി നിൽക്കുന്ന അന്ന് എന്നെ വണ്ടി കേട്ടിട്ടില്ല, ഇതിനുള്ള മെസ്സേജ് റിപ്ലൈ ഒന്നും പറഞ്ഞ. നിങ്ങളൊക്കെ എല്ലാവർക്കും ആഗ്രഹം പറഞ്ഞ മെസ്സേജ് എനിക്കിപ്പോ എന്റെ DMs ഞാൻ കാണിച്ചത് എനിക്ക് വരുന്ന ഓരോ സിംഗിൾ മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുക്കാറ്. കാരണം ഇതുപോലെ പണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ മെസ്സേജ് എന്നെ പട്ടിയുള്ള മൈൻഡ് ചെയ്തിരുന്നത് വണ്ടികളുള്ള ആൾക്കാർക്ക്. കാരണം കാണാൻ ആഗ്രഹമുണ്ട്. അന്നൊക്കെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമയം. അന്നൊക്കെ എനിക്ക് തോന്നുന്നത് നടക്കുന്ന പരിപാടി കേരളത്തിലാകെ പീറ്റ് സൂപ്പർ സൺഡേ പരിപാടി ഉണ്ട്. ബ്രോ കേട്ടോ എനിക്കറിയാൻ പാടില്ല. ഞാൻ 10ലൊക്കെ നടന്ന പീറ്റ് സൂപ്പർ സൺഡേ പരിപാടി എടുക്കണം. കല്ലൂർ സ്റ്റേഡിയത്തിലൊക്കെ പീറ്റ്സ് പെടുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ പണിയുന്നു. അപ്പൊ അന്നേരൊക്കെ ഓരോരുത്തരുടെ അക്കൗണ്ട് ഒക്കെ കിട്ടും. അപ്പൊ അന്നേരൊക്കെ ഓരോരുത്തർ മെസ്സേജ് മെസ്സേജ് ഒക്കെ കണ്ടിട്ട് സീനാക്കി ഇട്ടു. അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ട്, നമുക്ക് വണ്ടി ഇല്ലാത്തതാണ് അവരോടുള്ള ആരാധന, നമുക്ക് ആ വണ്ടി കാണുന്നുള്ള ആഗ്രഹത്തിനൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് മെസ്സേജ് ചെയ്യുന്നത്. അപ്പൊ ഈ വിഷമം എനിക്ക് അറിയാവുന്നതാണ്. എനിക്കൊരു ഫേക്ക് അക്കൗണ്ടിൽ മെസ്സേജ് പോലും ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. അവരൊക്കെ വണ്ടി കാണണമെന്ന് ഞാൻ എന്റെ അടുത്തുള്ള സ്ഥലമാണ് ഞാൻ കൊണ്ടേ കാണിക്കും. അല്ലെങ്കിൽ അവരോട് ഇങ്ങോട്ട് വന്നോളാൻ പറയും. നമ്മള് കാരണം അവരൊക്കെ ഹാപ്പി ആൻ പറ്റുമെങ്കിൽ ഹാപ്പി ആവട്ടെ. അല്ല നമ്മള് ഈ വണ്ടി ഉണ്ട് ഇത്രയും ഫോളോവേഴ്സ് ഒന്നും വലിയ കഥയൊന്നുമില്ല. ഇതൊക്കെ എന്നുള്ള അടിച്ചു കഴിഞ്ഞാൽ പോകുന്നുള്ളൂ. മാക്സിമം എല്ലാവരും ഹാപ്പി ആക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക്. നമ്മുടെ നക്ഷത്ര തടാകം, നമ്മുടെ അടിവാരം. നമ്മൾ ഇവിടെയാണ് നമ്മുടെ മറ്റേ നക്ഷത്ര തടാകം ഭയങ്കര ഫേമസ് ആയിട്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. വോട്ടിങ്ങിന് എന്തൊക്കെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ വോട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ പോകുന്നതായത്തേക്ക് പിന്നെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുന്നത് ചിലപ്പോ മീനൊക്കെ ആയിരിക്കും. ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. നമുക്ക് ഭയങ്കര രസം. വണ്ടിയിൽ വെള്ളം കയറ്റുന്നില്ല. ഇച്ചിരി ഒസിലുള്ള ആളാന്ന് ഇപ്പൊ മനസ്സിലായി. മലയാറ്റൂർ റൂട്ടിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഭയങ്കര ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഫുൾ കാടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര എന്ത് പറയണ്ട, ഭയങ്കര കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിലുള്ള റോഡും റൂട്ടും അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും മലയും. അതെ, നിങ്ങൾക്ക് ചിലപ്പോ അത് മനസ്സിലാവത്തില്ലായിരിക്കും. നോക്ക് എന്ത് ഭയങ്കര രസം ഗൈസ്. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന്റെ കൂട്ടത്തിൽ ബസ്സൊക്കെ പോകുന്ന റൂട്ടാണല്ലേ? അങ്ങനെ ഞാനങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ഈ വളവിക്കണ എത്ര അത്യാവശ്യം നല്ല സ്പീഡിൽ ഈ സാധനം തിരിച്ചാലും അവിടെ നിൽക്കുന്നുണ്ട്. അത് ആ ടയറിന്റെ സസ്പെൻഷന്റെ ആണെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത്. റോഡ് കണ്ടു എന്റെ പോലെ സാഗര ഇതെല്ലാം കാണുന്നുണ്ടോ? ഇതുപോലത്തെ റോഡും ഇതുപോലത്തെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ രസ ജീവിതം സുലഭമാവും. വേറൊരു ഫോർച്യൂണർ വരുന്നു, ഒരു വൈറ്റ് ഫോർച്യൂണർ. അതിന്റെ വേറൊരു മറുകില്ലാത്ത അപ്പുനെ കണ്ടപ്പോ വൈറ്റ് വണ്ടി ശരിക്കും പെമ്പിളരുടെ ഷേപ്പല്ലേ. ബ്ലാക്കിന് കുറച്ചുകൂടി ഒരു മാസ്കുലിൻ സൈഡ്. ലൈക്ക് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റോക്ക് ഫോർച്യൂണർ ഒരു സ്റ്റോക്ക് ബ്ലാക്കും കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു മാസ്കുലിനിറ്റി കൂടുതൽ. ഞാൻ മെയിൽ ഷോവനിസം പറയണല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ പറയണ. ബ്ലാക്ക് വണ്ടി കുറച്ചുകൂടി ഒരു പ്രത്യേകത കൂളാണ്. അതെ, ബ്ലാക്ക് വണ്ടി ഒന്ന് കറുത്തിരിക്കും, മറ്റൊന്ന് വെളുത്തിരിക്കും. ഇത് വൈറ്റ് മണി കംസ് വൈറ്റ് കാർ, ബ്ലാക്ക് മണി കംസ് ബ്ലാക്ക് കാർ. അതെ ഗൈസ്, നിങ്ങൾക്ക് ഇവിടുത്തെ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ പെരുമ്പാവൂർ സൈഡ് ഇവിടെയൊക്കെ വരുവാണെങ്കിൽ, മലയാറ്റൂർ റൂട്ട് വരുവാണെങ്കിൽ ഇത് ഈ സ്ഥലം കൂടെ വരണം. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തിരിഞ്ഞു പോയാൽ മതി. മരമൊക്കെ ഉണ്ടോ, ഭയങ്കര രസമുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ ഒതുക്കിയിട്ട് ഫോട്ടോ എടുത്തില്ല. ഓക്കെ, അപ്പുറത്താണ്. എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് ഗൈസ്. എല്ലാം കാടായോണ്ട് ഫുൾ ഫോറസ്റ്റ് വൈബാണ്.
ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ട ഡ്രിഫ്റ്റിന്റെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടു കാണുമല്ലോ. അതിന്റെ ആഫ്റ്റർ എഫക്ട്സിന്റെ ഡ്രസ്സൊക്കെ പോയി. പക്ഷെ നല്ല കിടലം കുറെ വിഷ്വൽസ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിലേക്ക് നല്ലൊരു സാധനം കിട്ടി. നിങ്ങൾ റീൽ കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ്. എൻ്റെ പാൻറ്റൊക്കെ കണ്ട ഗൈസ്, ഫുൾ ചെളിയായി. ഇവിടെ പുറകിൽ ഒരുത്തിനിപ്പുണ്ട്, ചെളി കുളിച്ചിരിപ്പുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. വലിയ കാര്യത്തിൽ ഒരുങ്ങിയൊക്കെ വന്നേ, പോയി എല്ലാം പോയി. ഗ്ലാസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സൂക്ഷിച്ച് നോക്കി അവിടെ മൊത്തം ചെളിയാണ്. എനിവേ വീട്ടിൽ ചെല്ലട്ടെ ഗൈസ്. വീട്ടിൽ ചെന്നിട്ട് ഹോം ടൂർ രാത്രിയിലാണ് കാണാൻ വീട് ഭംഗിയെന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു. സോ ഹോം ടൂറുടെ കണ്ടിട്ട് എപ്പിസോഡ് വണ്ടികളും വീടുകളും എല്ലാം കാണിച്ചു തരാം. രാത്രി ആവട്ടെ, വീട്ടിൽ ചെല്ലട്ടെ. ഈ വീട്ടിലെ ഗ്രഹനാഥ പോകുന്നു. ബൈ. അങ്ങനെ താർ അമ്പലത്തിൽ പോകുന്ന സുഹൃത്തുക്കളെ, നമ്മളിനിയും ഈ കാണുന്ന വീട് ഒരു ക്വിക്ക് ഹോം ടൂർ തരണം. ഓക്കെ, ഡീൽ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ സൂപ്പർമാൻ ശ്രീയുടെ വീട്. ഒരു ക്വിക്ക് ഹോം ടൂർ ഷടപ്പട്ട എന്ന് തരൂ. ആദ്യം നമ്മള് എന്റെ മെയിൻ ഗാരേജ് കണ്ടു. ഗാരേജ് ഒന്നുകൂടെ കാണിച്ചോട്ടെ. നേരത്തെ ഇപ്പൊ താറ് പോയി, അവിടെ MD ആയിട്ട് കിടക്കുന്നുണ്ട് ഒരു ബ്ലാങ്കിൽ. അവിടെ നമ്മളിപ്പം നമ്മുടെ ഗ്ലാൻസ് അങ്ങോട്ട് ഇട്ടിട്ട് ഹാരിയർ നവായി വരുന്നത്. ഗ്ലാൻസ് അങ്ങോട്ട് ഇട്ടിട്ട് സഗർ ഗ്ലാൻസ് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ വണ്ടി കഴുകാൻ പോവുകയാണ്. ഓക്കെ, ഇവിടുന്ന് തുടങ്ങാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ആദ്യത്തെ കാർ പോർച്ച് ആണ്. ഇവിടെ വെന്യൂ കിടപ്പുണ്ട്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ബൈ ദ ബൈ, ഹ്യുണ്ടായി വണ്ടികളോട് ഒരു ക്രൈസ് ഉണ്ടായിട്ടാണ് ഹ്യുണ്ടായി വെച്ചേക്കുന്നത്. ഇല്ല, ഇത് ഹ്യുണ്ടായി വെന്യൂ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല ഒപ്പീനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം ഡീസൽ നല്ല മൈലേജ്, എനിക്ക് 24-21 മൈലേജ് ഉണ്ട്. പിന്നെ ഓടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ അന്നേരം ഒരു വലിയ കുഴപ്പമില്ലാത്ത വണ്ടി എടുത്ത സമയത്ത്, വീട്ടിൽ ഒരു വണ്ടി ഇല്ലാത്ത സമയത്താണ് ഈ വണ്ടി പോയി എടുക്കുന്നത്. പിന്നെ അന്നേരം എടുത്തു. പിന്നെ അതിന് ശേഷം I20 എടുത്തു. പിന്നെ I20 കൊടുത്തിട്ട് ഇതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തു. എന്തുകൊണ്ട് I20 കൊടുത്തിട്ട് ഇത് സ്റ്റിക്ക് ഓൺ ചെയ്തു? I20 ഒരു ചെറിയ വണ്ടിയാണല്ലോ. പെട്രോൾ ആണോ? പെട്രോൾ ആണ്. പെട്രോൾ 1.2 NA വണ്ടി. ഡീസൽ ആയതുകൊണ്ട് നിർത്തി. ചെറിയ വണ്ടി. ഇപ്പൊ വീട്ടിലിപ്പോ എല്ലാ വണ്ടി എല്ലാവർക്കും മാറി വരും. അച്ചക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വണ്ടി കയറാൻ ഭയങ്കര പാടാണ്. അപ്പൊ അതുകൊണ്ട് വലിയ വണ്ടി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ വണ്ടി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെറിയ വണ്ടികളെല്ലാം കൊടുത്തു. പിന്നെ ഇതെടുത്തപ്പോ ഒരു ടാർപ്പയുടെ കളർ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ബ്ലൂ ആണ്. അപ്പൊ അത് നമ്മള് ഫുള്ള് ബ്ലാക്ക് അടിച്ചു, വീൽസ് ബ്ലാക്ക് അടിച്ചു. പിന്നെ കോഡ് 6ന്റെ ഒരു സ്റ്റേജ് പ്ലസ് മാപ്പ്. ഏത് വണ്ടിക്കാണെങ്കിലും കോഡ് 6 നോക്കിയത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കുറെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കുറച്ചുകൂടെ രാത്രി ആവുമ്പോഴാണ് കുറച്ചുകൂടെ രസം കാണാൻ. നമുക്ക് അകത്ത് കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളത് കാണിച്ചു തരാം. എന്റെ ഷൂ, എന്റെ വെള്ള ഷൂ, എന്റെ പുതിയ വെള്ള ഷൂ ഒരാൾ ഫോർച്യൂണർ കറക്കിയതാ. ഇതാണ് നമ്മുടെ ഹാള്. ഓക്കെ, വളരെ വിശാലമായ നല്ലൊരു കിടലൻ ലിവിംഗ് റൂം. ഇവിടെ മുകളിൽ നോക്കുവാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ്സ് കാണാം. നല്ല ഭയങ്കര വാം കളർ ടച്ചിലുള്ള ഭയങ്കര രസമുണ്ട്. ഇവിടെ നല്ലൊരു സോഫയുണ്ട്. ഹോം ടൂർ പറയൂ. ഇത് നമ്മള് എന്റെ വീട് ഇപ്പൊ കഴിഞ്ഞ നവംബറിൽ നമ്മൾ ഫുള്ളി റിനോവേറ്റ് ചെയ്ത് നമ്മൾ പൊളിക്കാണ്ട് മാക്സിമം ഭംഗിയാക്കുന്ന ഇതൊക്കെ ഇന്റീരിയറിലെ കുറച്ച് കമ്പോണൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മാക്സിമം ഭംഗിയാക്കി എടുത്തു. അപ്പൊ ഏതൊക്കെയാ എന്നൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ TV ഒക്കെ TCL. യെസ്, നമ്മൾ ടെക് ആയതുകൊണ്ട് നമ്മളെല്ലാം റിവ്യൂ ചെയ്തു. ഇത് JBL സൗണ്ട് ബാർ. JBL എനിക്ക് തന്നെ ഞാൻ വീഡിയോയുടെ സമയത്ത് ഈ സൗണ്ട് ബാർ ഇറങ്ങിയത്. അപ്പൊ പിന്നെ വാങ്ങിച്ചതാ. എനിക്ക് ബോക്സ് സൗണ്ട് ബാർ വേണ്ടാമോ? ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ബോക്സ് വെച്ച് ഞാൻ പാടില്ല. സൗണ്ട് ബാർ മാത്രമുള്ള ARC കേബിൾ ഉള്ളത് ഇത് മാത്രം നല്ല ഞാൻ കണ്ടോളൂ. അപ്പൊ ARC നമുക്ക് കുറച്ചുകൂടി ഔട്ട് കിട്ടും. ക്വാളിറ്റി അടിപൊളിയായിരിക്കും. ആൻഡ് ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുറെ സ്റ്റാച്യൂസ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ വീടിന്റെ എന്റെ ഫേവറേറ്റ് ഏരിയ ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി എന്ത് കൺസെപ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കിയ സംഭവമാണ്? ഇത് ശരിക്കും നമ്മുടെ ആദ്യമേ ഒരു ആർട്ടിഫിഷ്യൽ മഴ പെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ ഇവിടെ ഓപ്പൺ ഏരിയ ആയിരുന്നു ഈ ഗ്ലാസ് ഇടുന്ന സ്ഥലത്ത്. നമ്മളതിപ്പോ ഫുള്ളി ക്ലോസ് ചെയ്തിട്ട് ഇതൊക്കെ ആദ്യമേ നമുക്ക് ആർട്ടിഫിഷ്യലി മഴ പെയ്യിക്കാം. മഴ പെയ്യുമ്പോഴും മഴ പെയ്യും. നമ്മൾ വേറെ പൈപ്പ് കൊടുത്തിട്ട് ഓപ്പൺ ആക്കി ഇട്ടേക്കുന്നു. പിന്നെ അപ്പുറത്ത് മരങ്ങളൊക്കെ കൊണ്ട് ഇപ്പോഴും ഇലയൊക്കെ ചെടി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മള് ക്ലോസ് ചെയ്തിട്ട് അമ്മയ്ക്ക് യോഗ ഒക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നൈസ് ആയിട്ടൊക്കെ പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലം. ഇത്രേ ഉള്ളൂ. ഇതും പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല കിഡിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് കൊള്ളാം, ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല പൊളിയായിട്ടുണ്ട്. ഇവിടെയും ഫുൾ ഒരു ഗ്രീനറി ടച്ച്, ഇവിടെയും ഗ്രീനറി ടച്ച്. ഏറ്റവും വലിയ തമാശ ഒറിജിനൽ എല്ലാം പ്ലാസ്റ്റിക് ആണ്. അത് വയ്ക്കാൻ മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങടേക്ക് സൺലൈറ്റ് അധികം വരാത്തോണ്ട് ഇതൊക്കെ കരിഞ്ഞു പോളെ ചാൻസ് ഉള്ള. അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ കുറെ കൂടുതൽ കഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക് നിന്നോളൂ. ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊന്ന് പൊടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്മോക്ക് വരുന്നുണ്ട്. ലൈറ്റ് ഒക്കെ മാറുന്നുണ്ടല്ലേ? സ്മോക്ക് വരുന്നുണ്ട്. ഇവിടെ വെള്ളം ചെറിയൊരു ഫൗണ്ടൻ സെറ്റപ്പ് സാധനം ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര ഒരു പോസിറ്റീവ് ഇങ്ങനെ ഇങ്ങനെ പീസ്ഫുൾ ആയിട്ടിരിക്കാം. കൊള്ളാം, അത് കൊള്ളാം. ഇത് ആക്ച്വലി വീടിന്റെ എന്ത് ഭാഗമായിരുന്നു? ഇത് ശരിക്കും കോട്ടയോടായിരുന്നു. അങ്ങനെ ആയിരുന്നു. ഓക്കെ, ബേസിക് നമ്മുടെ എല്ലാവരുടെയും പോലുള്ള രണ്ട് കിച്ചൺ. ഇത് നമ്മുടെ മെയിൻ കിച്ചൺ, ഇത് നമ്മുടെ സെക്കൻഡറി കിച്ചൺ. ഓക്കെ, യെസ്.
ഇതാണ് കിച്ചൺ നോർമൽ. യെസ്, പഴയത് തന്നെ കീപ്പ് ചെയ്ത് വെച്ചു, ഒന്നും എടുത്ത് കളയാതെ പഴയ സാധനം തന്നെ കീപ്പ് ചെയ്ത് വെച്ചു. ഇത് നമ്മുടെ വാഷിംഗ് ഏരിയ. യെസ്, ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. ആൻഡ് അതിന്റെ താഴെയും ചെറിയൊരു കിടലൻ ഒരു ഭയങ്കര രസമുണ്ട് ഗൈസ്. ഇത് നോക്ക്, ഇതും ഈ പറഞ്ഞ പോലെ ഒരു സ്മോക്ക് എഫക്റ്റും ഈ ചെറിയൊരു ഫൗണ്ടനൊക്കെ കൊടുത്ത് ലൈറ്റ് ഒക്കെ ചെയ്ത് കുറച്ച് ചെടികളും പെബിൾസ് ഒക്കെ വെച്ച് ഭയങ്കര രസമുള്ള സ്ഥലം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അടുത്ത ബെഡ്റൂം നമ്പർ 1. എത്ര ബെഡ്റൂമാണ് വീട്ടില്? നമുക്ക് മൊത്തം ടോട്ടലി 4 ബെഡ്റൂംസ് ആണ്. ഓക്കെ, മുകളിൽ എത്ര ബെഡ്റൂമാ? മുകളിൽ 2 ബെഡ്റൂം, 2 ഓപ്പൺ ടെറസ്. പൊക്കോളൂ. അപ്പൊ ഫസ്റ്റ് എന്റെ ബെഡ്റൂം തന്നെ കാണിച്ചു തരാം. ഓക്കെ, മുകളിൽ ചെറിയൊരു ഹോൾ ഉണ്ട് കേട്ടാ. ചെറിയ ഹോൾ ഉണ്ട്. ഇതാണ് എന്റെ ബെഡ്റൂം. ഓ നൈസ്. ഗെയിമിംഗ് ഒക്കെ ഉണ്ടല്ലേ? ചെറിയ ഗെയിമിങ്. സൂപ്പർമാൻ 3 എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റേഴ്സ്. നൈസ്. പുതിയ വണ്ടി എടുത്തതിന് ശേഷമുള്ള പോസ്റ്റർ. പഴയ വണ്ടി ഉണ്ടല്ലോ അതിനകത്ത്. എല്ലാ വണ്ടിയാണ്. എന്റെ BMW ഫോർച്യൂണർ രണ്ടും കൂടി ചെയ്തിട്ടുള്ളത്. ഇതാണ് ബെഡ്. യെസ്, ആൻഡ് ബ്ലൂ സ്റ്റാർ AC, പ്രൊഫൈൽ ലൈറ്റ്സ്. ഇതൊക്കെയാണ് റൂമിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടല്ലോ? എന്ത് ബിസിനസ് സംബന്ധമായ പോസ്റ്റേഴ്സ് ആണോ? അത് എന്റെ പെങ്ങള് UK പോയിട്ട് എനിക്ക് ആദ്യമായിട്ട് അയച്ച ലെറ്റർ. അപ്പൊ അത് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചു. ലെറ്റർ ആയിട്ട് അയച്ചു. അവിടെ നമുക്ക് പോസ്റ്റ് വഴി അയക്കാലോ. അപ്പൊ ഞാനവള് തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. അപ്പൊ അവള് പോയി എനിക്ക് ഭയങ്കര സങ്കടം. ചക്കു. ഹായ് ചക്കു. അപ്പൊ അവള് എനിക്ക് ആദ്യമായിട്ട് അയച്ച ലെറ്റർ ആണ്. വീട്ടിലേക്ക് എനിക്കാണ് ഏറ്റവും ഫസ്റ്റ് ലെറ്റർ അയച്ചത്. അപ്പൊ അത് ഞാൻ ഫ്രെയിം ചെയ്ത് വരച്ചാണോ? പുള്ളിക്കാരി വരച്ചയച്ചത്. ഇത് ആരാ വരച്ചയച്ചെന്ന് ആരാ നീ ഓർക്കണില്ല. ഇതൊക്കെ എന്താ? അത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ എന്റെ ഒരു ആർട്ടിക്കിൾ വന്ന പിന്നെ അത് ഫ്രെയിം ചെയ്തതാണ്. ഇത് മിന്റ് ലോഞ്ച് ഒരു മാഗസീനിൽ വന്നത്, മാതൃഭൂമിയിൽ വന്നത്. വലിയ സംഭവമാണ്. ഓക്കെ, ഇതാണ് ഒരു TV യൂണിറ്റൊക്കെ ഉണ്ട്. ബെസ്റ്റ് ഓട്ടോമോട്ടീവ്. ഈ പരിപാടിക്ക് നിങ്ങൾ ഉണ്ടായിരുന്നില്ല? ഞാൻ പോയില്ല, ഞാൻ നമ്മുടെ ഫ്രണ്ടിനായിട്ട് മേടിപ്പിച്ചു. ഓക്കെ നൈസ്. ബ്രോ ആൻഡ് ഇവിടെ നോക്കുമ്പോ മറ്റേ ഒരു വേറെ വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഓപ്പൺ ടെറസ് അവിടെ വരുന്നത്. ഒന്ന് ബാക്ക് സൈഡ് ഓപ്പൺ ടെറസും ഇത് നമ്മുടെ ബാക്കിലെ ഏരിയ. നമുക്ക് കാഴ്ചകളൊക്കെ ഉണ്ട്, ചായ കുടിക്കാം. ഗ്ലാസിന്റെ മേലെ ഇവിടെ തെന്നലുണ്ട്. ഇത് താഴത്തെ ഗ്ലാസ് ആണല്ലേ? വേറൊരു ബാറ്റ്മാൻ അവിടെ ഇരിക്കുന്നുണ്ട്. സൂം ചെയ്ത് നോക്കിയ ഒരു സാധനത്തിനെ കാണിച്ചു തരാം. അതുകൊണ്ട് അവിടെ ഒരു സാധനം ഉണ്ട്. 1 താഴോട്ട് സൂം ചെയ്ത് നോക്കിയാൽ 2 ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ സൂക്ഷിച്ചൊക്കെ ഇന്റർലോക്കിൽ എവിടെയൊക്കെ നോക്കിയാൽ ചിലപ്പോ ഓരോന്നിനും ഇങ്ങനെ കാണാം. അതൊക്കെ അമ്മച്ചിയുടെ കൃഷിയാണ്. വാഴയൊക്കെ ഉണ്ട്. അത് എനിക്ക് പോലും മച്ചങ്ങനെയല്ല, ഞാൻ കമന്റ് ചെയ്യുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതാ. ഉണ്ട് അവിടെ ഒരെണ്ണം. ഇതൊക്കെ നമ്മുടെ ഇല്ലയോ? എല്ലാം നമ്മുടെ. ഇഷ്ടം പോലെ പൂച്ചയാണ്. എത്ര പൂച്ച? 25 പൂച്ചയാണ് ഗൈസ്. എന്റെ പോലെ ഇഷ്ടം പോലെ പൂച്ചയുണ്ട്. ഇഷ്ടം പോലെ പൂച്ചയുണ്ട്. അടിപൊളിയാണ്, രസമാണ്. അങ്ങനെ വീടിന്റെ ഹോം ടൂറും കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ കയ്യിലോട്ട് മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ പരിപാടി ചോദിച്ചാൽ നമ്മൾ പുറകെ കാണുന്ന വണ്ടി സിംഗിൾ കളറാണ്. ഇപ്പൊ ഒരു ബ്രൗൺ പ്ലസ് ബ്ലാക്ക് തീമിലോട്ട് വീണ്ടും സിംഗിൾ കളർ ആക്കാൻ പോവാണ്. അതെ, നമ്മൾ ഈ മഴയത്ത് അവിടെ നോക്കുക, നല്ല കിടിലൻ മഴയാണ്. സോ നമ്മൾ ഈ മഴയത്ത് വണ്ടി വാഷ് ചെയ്യുന്ന ഒരു റീലും ഒക്കെ കാഴ്ച ഒരു വണ്ടി ഒന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കാനുള്ള സെറ്റപ്പാണ്. അപ്പൊ ഈ റീല് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരും. സൂപ്പർമാൻ 3 ഇൻസ്റ്റാഗ്രാം പേജിൽ എന്റെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്റെ ഗ്ലാൻസ് ഞാൻ കഴുകാൻ പോവാണ്. ഇവിടെ ഈ കറുത്ത പുലികൾക്കിടയിൽ പാവം എന്റെ ക്യൂട്ട് പൂച്ച. പാവമുണ്ട്, അതും കൂടെ എടുത്തിട്ട് കഴിയണം. അപ്പൊ എനിവേ എവിടെ താങ്ക് യു സോ മച്ച്. അതെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണ് പറയാനുള്ളത്? വീട്ടിലൊക്കെ വന്നതിൽ വളരെ സന്തോഷം. എന്തായാലും എല്ലാവരും വീട് കുറെ ആളുടെ അടുത്ത് എല്ലാവരും ഹോം ടൂർ വയ്ക്കുന്നുണ്ട്. എന്തായാലും ബ്രോ തന്നെ ഫസ്റ്റ് ഒന്ന് ചെയ്തു. അത് നമ്മൾ കവർ ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം. കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.